ശ്രീ ചിത്രതിരുനാളിനെതിരെ 3 വധശ്രമങ്ങൾ നടന്നിരുന്നു എന്നൊക്കെ. ഐ റിമെമ്പർ തിങ്കിങ് 3 വധശ്രമങ്ങൾ ഒരൊറ്റ കടലാസിൽ നമുക്ക് എങ്ങും കാണാൻ പറ്റത്തില്ല. ഈ പുസ്തകം എഴുതിയതിനു ശേഷം ഞാൻ ചോദിക്കുകയാണ്, ആരാണ് ഹിന്ദു? രാജാക്കന്മാർക്ക് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ കുറെ സെൻസിറ്റീവ് ഡോക്യുമെന്റ്സ് ബ്രിട്ടീഷുകാർ നശിപ്പിച്ച് കളഞ്ഞിരുന്നു പോകുന്നതിന് മുമ്പ്. തെരഞ്ഞെടുത്ത് നശിപ്പിച്ചു. പ്രത്യേകിച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്, ഈ കൊട്ടാരത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ സെൻസിറ്റീവ് ആയിട്ടുള്ള മാറ്റേഴ്സ്. തിരുവിതാംകൂറിലെ മഹാറാണിയോ രാജാവോ ഒക്കെ ബ്രിട്ടീഷ് ഗവർണറിന് മദ്രാസിൽ കത്തയക്കുവാണെങ്കിൽ ഇംഗ്ലീഷിലല്ല, മലയാളത്തിലല്ല, പേർഷ്യനിലാണ് അയക്കുന്നത്. ഇവിടെ കേരളത്തിൽ ഏതെങ്കിലും കാരണവശാൽ കുറച്ച് ബുദ്ധിസ്റ്റുകൾ ശക്തിപ്പെട്ടിരുന്നെങ്കിൽ നമ്മൾ എത്ര അമ്പലങ്ങൾ നമ്മൾ കുഴിക്കേണ്ടി വരുമായിരുന്നു? 3-4 വലിയ വെള്ളി ഭരണികൾക്കകത്ത് ഗംഗാജലം കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം രാജാവിന് തോന്നുമ്പോഴൊക്കെ ഗംഗാജലം ഇട്ട് ശുദ്ധമാക്കാം, ഗംഗാജലം മാത്രം കുടിച്ചുകൊണ്ടാണ് വിദേശത്ത് പോകുന്നത്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ പേരാണ്, ഹിസ്റ്ററി ലിബറേറ്റഡ്, ബിക്കോസ് ഇറ്റ് റിയലി ഈസ് ഹിസ്റ്ററി ലിബറേറ്റഡ് ഫ്രം കോമൺ സെൻസ്. തിരുവിതാംകൂറിൻ്റെ ചരിത്രം പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ ചരിത്ര കൊതുകുകളുടെ മനസ്സിലേക്ക് ഇടം നേടിയ ഒരു യുവാവായിരുന്നു മനു എസ് പിള്ളൈ. ആയിരുന്നു. യുവാവൊക്കെ പോയി ഇപ്പോൾ. ആ പുസ്തകത്തിന് 10 വർഷമാണ്. 2015 ആ പുസ്തകം ഇറങ്ങിയത്. ഒരുപക്ഷെ ഇന്ത്യയുടെ പബ്ലിഷിംഗ് ചരിത്രത്തിൽ പോലും ഒരു ചരിത്ര പുസ്തകം ഇത്രയധികം സ്വീകാര്യത നേടുകയും സോകോൾ ബെസ്റ്റ്സെല്ലേഴ്സ് ലിസ്റ്റിൽ എല്ലായ്പ്പോഴും 1-ാം സ്ഥാനത്തേക്ക് നിൽക്കുകയും ചെയ്തു. ഇപ്പോഴും വിറ്റഴിയുന്ന പുസ്തകം. അങ്ങനെയുള്ള ചരിത്രത്തിൻ്റെ സഞ്ചാരം, മനുവിൻ്റെ ചരിത്ര സഞ്ചാരം തുടങ്ങുന്നത് അവിടെ വെച്ചാണ്. തിരുവിതാംകൂർ രാജകുടുംബത്തിനൊരുപക്ഷെ 21-ാം നൂറ്റാണ്ടിൽ അവരുടേതായ ഒരു ഇടപെടൽ നടത്തേണ്ടി വന്നത് മനുവിൻ്റെ പുസ്തകത്തോട് പ്രതികരിച്ചുകൊണ്ടാണ്. ആ പുസ്തകത്തിന് കൗണ്ടർ എന്നുള്ള നിലയിലെ റാണി അശ്വതി തിരുനാൾ ഒരു മറുപുസ്തകം എഴുതുകയുണ്ടായി. ആ പുസ്തകത്തിൽ മനുവിൻ്റെ ചരിത്രത്തെ അതിന് മറുപടി പറയാനായി പുതിയ കാലത്തിൻ്റെതായ തന്ത്രങ്ങൾ അവർ ഉപയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. ഇല്ലാത്ത കഥകളും മിസ്ഇൻഫർമേഷനും ഒക്കെ ചേർത്താണ് ആ പുസ്തകം വന്നത്. എന്തായാലും അത്തരമൊരു പ്രാധാന്യം മനുവിൻ്റെ പുസ്തകത്തിന് കിട്ടി എന്നുള്ളതാണ്. മനു അടിസ്ഥാനപരമായി പഠിച്ചത് ആ പുസ്തകത്തിലെ ഉൾപ്പെടെ മനുവിൻ്റെ MA ഡിസർട്ടേഷൻ ഉൾപ്പെടെ ഹിന്ദുത്വവുമായി ബന്ധപ്പെട്ട ഹിന്ദു സംസ്കാരത്തെ, ഹിന്ദു ചരിത്രമൊക്കെ പഠിച്ച ആളാണ്. അതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ആദ്യത്തെ പുസ്തകവും ഒരു ഹിന്ദു സ്റ്റേറ്റ് എന്നറിയപ്പെട്ട ഒരു സ്ഥലത്തെക്കുറിച്ചുമായിപ്പോയി. പക്ഷേ ആ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അതിനൊരു ഹിന്ദു ബന്ധമുണ്ടല്ലോ. എന്താണ് അങ്ങനെ ഒരു പുസ്തകം, അതുണ്ടാക്കിയ ചലനങ്ങൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് ആദ്യം പറയാനുള്ളത്? അതിപ്പം പബ്ലിഷ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 10 കൊല്ലം ആവാറായി. 2015 ഡിസംബറിലാണ് അത് റിലീസായത്. ഇപ്പം 2025 നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് 10 വർഷം കഴിഞ്ഞത്. എനിക്ക് തന്നെ എങ്ങനെ ഇത്രയും വർഷങ്ങൾ പോയെന്ന് മനസ്സിലാവുന്നില്ല. അത് ശരിയാണ്. അവർക്ക്, ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇപ്പം ആ റോയൽ ഫാമിലി മെമ്പേഴ്സിന് അവർക്കത് അമ്മാവനും അമ്മൂമ്മയും ഒക്കെയാണ്. സോ നാച്ചുറലി അവരതിനെ വലിയ ഇഷ്ടത്തോടെ സ്വീകരിക്കാഞ്ഞതിൽ എനിക്ക് അങ്ങനെ വലിയ സർപ്രൈസ് ഒന്നുമില്ല. കാരണം അവർക്കത് പേഴ്സണലായിട്ട് തോന്നുന്ന ഒരു കഥയാണ്. പക്ഷേ എൻ്റെ ജോലി അങ്ങനെ, എനിക്കത് അമ്മാവനും അമ്മൂമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഐ ഹാവ് ടു ലുക്ക് അറ്റ് ദം ആസ് ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സ്. അങ്ങനെ നോക്കുമ്പം ചിലപ്പം നല്ല കാര്യങ്ങളും വരും, മോശം കാര്യങ്ങളും വരും. അതിനെ പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഒരു മെച്ചോർ രീതിയിൽ നമുക്ക് മുമ്പിലോട്ട് നീങ്ങാമെന്നാണ് എൻ്റെ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഇതിനാദ്യം എനിക്ക് ഈ പുസ്തകം വരുന്നതിന് മുമ്പ് ഒരു 5 കോടി രൂപയുടെ ഡെഫമേഷൻ നോട്ടീസ് അയച്ചിരുന്നു. അത് ഞാൻ തിരിച്ചതിന് മറുപടി അയച്ചു. മറുപടി പുസ്തകം എഴുതുന്നതിന് മുന്നേ? അതെ. പക്ഷെ അത് പിന്നെ കേസൊന്നും ആയില്ല, ജസ്റ്റ് നോട്ടീസ്. ഞാൻ അതിനൊരു കൗണ്ടർ നോട്ടീസ് തന്നത് സെയിം ഈ പറഞ്ഞ വ്യക്തി തന്നെ, അദ്ദേഹത്തിൻ്റെ ഓൾഡ് ഓഫീസർ. അതെ. അപ്പം അവർ രണ്ടുപേരുമാണ് അയച്ചത്. പിന്നെ പക്ഷെ അവർ ആ പുസ്തകം എഴുതി. പുസ്തകം ഞാൻ വന്നപ്പോഴേ വായിച്ചു. കാരണം ഐ വോണ്ടഡ് ടു സീ അവരുടെ പക്ഷം എന്താണ്, അവരുടെ ഒരു പെർസ്പെക്റ്റീവ് എന്താണ്. ഞാൻ ആ പുസ്തകം എഴുതുന്ന സമയത്ത് കുറേ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചായിരുന്നു, ഇൻ്റർവ്യൂസിന് വേണ്ടിയും ഇമെയിൽ വഴിയൊക്കെ. ഐ ട്രൈ ടു റീച്ച് ഔട്ട് ആൻഡ് ഗെറ്റ് ദെയർ ഇൻപുട്സ്. പക്ഷെ അന്ന് അധികം അവരുടെ ഫാമിലി മെമ്പേഴ്സിന് താല്പര്യം ഇല്ലായിരുന്നു. 2-3 പേര് സംസാരിച്ചു, പക്ഷെ ഓഫ് ദ റെക്കോർഡാണ്. അതുകൊണ്ട് അവരെ പിന്നെ പുസ്തകത്തിൽ കോട്ട് ചെയ്യാനും പറ്റില്ല. അപ്പം അങ്ങനത്തെ ഒരു കോൺടെക്സ്റ്റിലാണ്. പിന്നെ ആ പുസ്തകം വന്നപ്പം ഇറ്റ് വാസ് വെരി ഇൻട്രസ്റ്റിംഗ് ടു റീഡ്. കാരണം അതിനകത്ത് അവരുടെ ഓഫ് ദ റെക്കോർഡ് പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും വാലിഡ് ആയിരുന്നോ? ഓഫ് ദ റെക്കോർഡ് എൻ്റെ പുസ്തകത്തിൽ ഉള്ള കാര്യങ്ങൾ കൺഫേം ആവുന്ന രീതിയിൽ തന്നെയാണ് അവരും പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഓഫ് ദ റെക്കോർഡ് വെക്കാൻ പറഞ്ഞത്, അത്രേ ഉള്ളൂ. പക്ഷേ
ഈ കൗണ്ടർ പുസ്തകം വന്നപ്പോൾ ഐ റെഡ് ഇറ്റ് വിത്ത് ഗ്രേറ്റ് ഇൻട്രസ്റ്റ്, ബിക്കോസ് അതിനകത്ത് എങ്ങനെയാണ് ഹിസ്റ്ററി അപ്രോച്ച് ചെയ്തിരിക്കുന്നത്, എന്താണ് അവരുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് നടന്നതെന്നുള്ള അവരുടെ കാഴ്ചപ്പാട് എന്താണ്, ഇതെല്ലാം ഒന്ന് ഐ വാസ് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. ഫോർ എക്സാമ്പിൾ, ഈ പുസ്തകം ഹിസ്റ്ററി ലിബറേറ്റഡ് എന്നാണ് അതിൻ്റെ പേര്. അത് ആദ്യം വന്ന സമയത്ത് മലയാളം പത്രങ്ങളിലൊക്കെ ഇങ്ങനെ ന്യൂസിൽ വന്നിരുന്നു, ശ്രീ ചിത്രതിരുനാളിനെതിരെ 3 വധശ്രമങ്ങൾ നടന്നിരുന്നു എന്നൊക്കെ. ആൻഡ് ഐ റിമെമ്പർ തിങ്കിങ് 3 വധശ്രമങ്ങൾ ഒരൊറ്റ കടലാസിലും നമുക്ക് എങ്ങും കാണാൻ പറ്റത്തില്ല. ഇത് വളരെ ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് റെക്കോർഡ് കീപ്പിംഗ് സിസ്റ്റമിൻ്റെ ഭാഗമായിരുന്നു. അതിനകത്ത് രാജകുടുംബത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ നടക്കുന്ന വഴക്കുകൾ, അവർ വൈസ്രോയ വരുമ്പം ബാൻഡ് പ്ലേ ചെയ്ത മ്യൂസിക്, രാജാവിൻ്റെ ടൂറിൻ്റെ ബഡ്ജറ്റ്, രാജാവിൻ്റെ ഡ്രസ് ബഡ്ജറ്റ്, ഇതെല്ലാത്തിനെയും പറ്റിയ റെക്കോർഡ്സ് ഉണ്ട്. പക്ഷെ 1 അല്ല 2 അല്ല 3 വധശ്രമങ്ങൾക്ക് ഒരൊറ്റ കടലാസിലും ഒന്നുമില്ല. അതിനകത്ത് രാജാവിൻ്റെ അമ്മയെതിരും ഒരു വധശ്രമം ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അതിനകത്ത് അവർ പറയുന്നത് ആ ആൾ കൊല്ലാൻ വന്നു, അയാളെ പിന്നെ ഈ റാണി ഇന്ന് ശാസിച്ചിട്ട് അവസാനം ഒരു ചായ കുടിപ്പിച്ചിട്ട് പറഞ്ഞു വിട്ടു എന്നൊക്കെ, അങ്ങനത്തെ കഥകളൊക്കെയാണ്. പിന്നെ ഒരെണ്ണമുണ്ട്, എൻ്റെ ഫേവറേറ്റ് വാസ് ഓഫ് കോഴ്സ്, അതിനകത്ത് ഒരു കഥ പറയുന്നുണ്ട്, എക്സ്ട്രാ ടെറിസ്ട്രിയൽസ് വന്നിറങ്ങി കവടിയാർ കൊട്ടാരത്തിൽ രാജാവിൻ്റെ അമ്മൂമ്മയെ കയറ് കാലേ കെട്ടി വലിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് ഇതിന് പ്രൂഫ് എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്നത് രാജാവിൻ്റെ ഒരു കസിൻ ആ കയറ് കെട്ടിയതിൻ്റെ അടയാളങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് കാലയിൽ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ലെവൽ ഓഫ് ഹിസ്റ്ററി. എന്നാലും ടു അണ്ടർസ്റ്റാൻഡ് ദെയർ പെർസ്പെക്റ്റീവ് ഇറ്റ് വാസ് എ ബുക്ക് ഐ റെഡ് വിത്ത് ഇൻട്രസ്റ്റ്. പക്ഷേ എനിക്ക് എപ്പോഴും പറയാനുള്ളത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൻ്റെ പേരാണ് ഹിസ്റ്ററി ലിബറേറ്റഡ്, ബിക്കോസ് ഇറ്റ് റിയലി ഈസ് ഹിസ്റ്ററി ലിബറേറ്റഡ് ഫ്രം കോമൺ സെൻസ്. അൺഫോർച്ചുനേറ്റ്ലി ഒരു നല്ല പുസ്തകം ഒരു മോശം പുസ്തകത്തിന് കാരണമായി എന്നുള്ളതും കൂടിയുണ്ട്. കാരണം മനുവിൻ്റെ ഒരു നല്ല പുസ്തകത്തിലൂടെ അവസാനം കിട്ടിയത് ആരും വായിക്കാതെ, നല്ലത് മോശം എന്നുള്ള രീതിയിലല്ല, റിസർച്ച് ചെയ്തൊരു പുസ്തകത്തിന് പകരം മിസ്ഇൻഫർമേഷൻ നിറഞ്ഞൊരു പുസ്തകം, ആ അർത്ഥത്തിലാണ് ഞാൻ ഉപയോഗിച്ചത്. തീർച്ചയായിട്ടും ഇന്നത്തെ നമ്മുടെ സംഭാഷണത്തിൻ്റെ വിഷയം ചരിത്രത്തിലെ ഹിന്ദു എന്നാണ്. എന്തായാലും അവിടെ വെച്ച് തന്നെ തുടങ്ങി. എന്താണ് ട്രാവൻകൂർ സ്റ്റേറ്റ് ഒരു ഹിന്ദു സ്റ്റേറ്റ് ആയിരുന്നു? പ്രിൻസ്ലി സ്റ്റേറ്റിൽ അങ്ങനെ എത്ര ഉണ്ടായിരുന്നു? ട്രാവൻകൂർ എപ്പോഴാണ് ഹിന്ദു സ്റ്റേറ്റ്? അത് എത്ര കാലം വരെ? അതൊന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഹിന്ദുവിലേക്ക് പോകാം. അതിൻ്റെ തന്നെ ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ, സ്റ്റേറ്റ് റെക്കോർഡ്സ്, എസ്പെഷ്യലി 20th സെഞ്ച്വറിയിലെ റെക്കോർഡ്സ് ഒക്കെ നോക്കിയാൽ യു ഓഫൻ ഫൈൻഡ് ദി എക്സ്പ്രഷൻ ട്രാവൻകൂർ ഇസ് എ ഹിന്ദു സ്റ്റേറ്റ് എന്നുള്ള ഒരു സെൽഫ് ഐഡൻറ്റിഫിക്കേഷൻ. അത് ഒന്നാമത് ദ സ്റ്റേറ്റ് ബിലോങ്സ് ടു ശ്രീ പത്മനാഭസ്വാമി. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ. ഭഗവാന് ഒരു കാഴ്ച വെച്ച രാജ്യം എന്നുള്ള രീതിയിൽ മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽ അതാണ് അതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ. അപ്പോൾ അതുകൊണ്ട് ഇറ്റ് വാസ് കൺസിഡേർഡ് എ ഹിന്ദു സ്റ്റേറ്റ്. പിന്നെ ഓഫ് കോഴ്സ് ചിത്രതിരുനാളുടെ കാലത്ത് ഒരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു, ഹിന്ദുക്കളുടെ എണ്ണം കുറഞ്ഞാൽ രാജ്യത്തിൻ്റെ ആ ഒരു ഹിന്ദു നേച്ചർ മാറുമോ എന്ന്. അതുകൊണ്ട് തന്നെയാണ് അന്നേ ഉണ്ടല്ലേ, അന്നേ ഉണ്ട്. എസ്പെഷ്യലി ഈഴവ സമുദായം കൺവേർട്ട് ചെയ്യുന്ന വലിയ പേടി ഉണ്ടായിരുന്നു. അത് മിഡ് 1930s ആയപ്പോഴേക്കും കൺവേർഷൻ തുടങ്ങുന്നുണ്ട്, അതൊരു പ്രോപ്പർ മൂവ്മെൻറ്റ് ആവുന്നുണ്ട്, ഒരു പൊളിറ്റിക്കൽ റെസ്പോൺസ് ടു നോട്ട് ഹാവിങ് ഈക്വൽ റൈറ്റ്സ് എന്നുള്ള രീതിയിൽ പീപ്പിൾ ആർ ആക്റ്റീവ്ലി ഗോയിങ് ടു കൺവേർട്ട് എന്നുള്ള ആ ഒരു ഭയത്തിലാണ് അവസാനം 1936 ടെമ്പിൾ എൻട്രി പ്രോക്ലമേഷൻ നടക്കുന്നത്. ഐ എം നോട്ട് ടേക്കിംഗ് അവേ ദ രാജാസ് സോർട്ട് ഓഫ് ഗ്രേറ്റ്നെസ് ഇൻ അലൗവിങ് ദാറ്റ്, ഇൻ ദ സെൻസ് ദാറ്റ് അന്നത്തെ കാലത്ത് ക്ഷേത്രപ്രവേശനം കൊടുക്കുന്നത് ധൈര്യവും വേണം, അതുകൊണ്ട്. പക്ഷേ at the same പൊളിറ്റിക്കൽ സർക്കംസ്റ്റാൻസസ് they required him to act. ബേസിക്കലി ഈഴവരുടെ ഇടപെടലാണ് അതിന് ഏറ്റവും വലിയ സാധ്യത ഒരുക്കിയത്. അതെ, ഇത് ഞാൻ വേറെ ഒരു ടോക്കിൽ നാളെ കോഴിക്കോട്ടിൽ ഒരു ലെക്ചറിൽ പറഞ്ഞിരുന്നു. ഈ പറഞ്ഞ പുസ്തകത്തിൽ തന്നെ, അശ്വതി തിരുനാളിൻ്റെ പുസ്തകത്തിൽ അവർ പറയുന്നുണ്ട്, ശ്രീനാരായണ ഗുരു ഇങ്ങനെ പ്രോഫസി പറഞ്ഞിരുന്നു എന്ന്, ഈഴവ സമുദായത്തിനെ സേവ് ചെയ്യാൻ ഒരു രാജശിശു ഉണ്ടാവാൻ പോവുകയാണ്, അപ്പം വി ജസ്റ്റ് ഹാവ് ടു വെയിറ്റ് ഫോർ ദാറ്റ് എന്നുള്ള രീതിയിൽ. ആൻഡ് ഐ ഫൗണ്ട് ദാറ്റ് വെരി അമ്യൂസിങ്. കാരണം ഐ ഡോണ്ട് തിങ്ക് ശ്രീനാരായണ ഗുരു അങ്ങനെ ഒരു പ്രോഫസി ചെയ്തിട്ടുണ്ടെന്ന്. പിന്നെ ഏതോ ഒരു യൂട്യൂബ് ഇൻ്റർവ്യൂവിൽ അവർ പറഞ്ഞു ശിവഗിരിയിൽ അതിൻ്റെ എന്തോ ഒരു രേഖയുണ്ട്, ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഇങ്ങനെ ഒരു രേഖയുണ്ടെന്ന് കേട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഐ ഹവ് നെവർ ഹേർഡ് ഓഫ് സച്ച് എ തിങ്. പക്ഷേ വാട്ട് ഐ ഫൗണ്ട് ഇൻട്രസ്റ്റിംഗ് ഇസ് ദാറ്റ് ഈഴവ സമുദായം 19th century മുതൽ പൊളിറ്റിക്കൽ ആജിറ്റേഷൻ ചെയ്ത്, മൊബിലൈസ് ചെയ്ത്, എക്കണോമിക് റിസോഴ്സസ് കൈവശമാക്കി, ഒരു അൾട്ടിമേറ്റ്ലി അവരെ ഇഗ്നോർ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പ്രഷർ ഉണ്ടാക്കിയതിൻ്റെ ഒരു റിസൾട്ടാണ് ക്ഷേത്രപ്രവേശനം അൾട്ടിമേറ്റ്ലി നടക്കുന്നത്. അതിനെ ഒരു കഥയിൽ കൂടെ ഒരു രാജശിശു ജനിക്കാൻ പോകുന്നു, ശ്രീനാരായണ ഗുരു അതിനൊരു പ്രോഫസി കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് അതിനെ ഒരു രീതിയിൽ അതിനെ ചുരുക്കമാണ്. ഒരു രീതിയിൽ ആ കമ്മ്യൂണിറ്റിയുടെ മൂവ്മെൻറ്റിൻ്റെയും അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഏജൻസിയെ ഓൾമോസ്റ്റ് വൈപ്പ് ഔട്ട് ചെയ്ത് ഇതിനെ ഒരു റോയൽ ബിക്വസ്റ്റ് അല്ലെങ്കിൽ ഒരു റോയൽ ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ ആക്കുവാണ്, ഓൾസോ ഓർഡൈൻഡ് ബൈ ഗോഡ് എന്നുള്ള രീതിയിൽ ആക്കുവാണ്. സോ ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് ടു സ്റ്റഡി ഓൾ ഓഫ് ദീസ് തിങ്സ്. ഈ വേർഷൻസ് ഓഫ് ഹിസ്റ്ററി കൊട്ടാരത്തിലെ കാഴ്ചപ്പാട് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, അവർ സത്യമായിട്ടും വിശ്വസിക്കുന്ന കഥകളായിരിക്കും ഇതൊക്കെ. സോ നമ്മൾ പറഞ്ഞല്ലോ മിസ്ഇൻഫർമേഷൻ ആണെന്ന്, ചിലപ്പോൾ കുട്ടിക്കാലം മുതൽ അവർ കേൾക്കുന്ന കഥകൾ ഇതായിരിക്കും. സോ ഫോർ ദെം ദിസ് ഇസ് ദ റിയാലിറ്റി ആൻഡ് ഐ അണ്ടർസ്റ്റാൻഡ്. കാരണം എത്രയോ ആൾക്കാർക്ക് അവരുടേതായ റിയാലിറ്റീസ് ഉണ്ട്, നമ്മൾ കേട്ട് വെച്ച് അറിഞ്ഞ് വരുന്ന കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ്. പക്ഷേ ഹിസ്റ്റോറിയൻ പോയി ഇച്ചിരി അതിനെ കോംപ്ലിക്കേറ്റ് ചെയ്യുമ്പം ഇത്ര ഒരു റെസ്പോൺസും കൂടെ വരുന്നത്. പക്ഷെ പിന്നെ ആ ഹിന്ദു സ്റ്റേറ്റിൻ്റെ കാര്യം പറഞ്ഞത്,
ശരിയാണ്, ഇറ്റ് വാസ് എ ഹിന്ദു സ്റ്റേറ്റ് ആൻഡ് ദേ വർ ക്വൈറ്റ് കോൺഷ്യസ്. എപ്പോൾ തൊട്ട് അങ്ങനെ ഒരു ഹിന്ദു സ്റ്റേറ്റ് എന്നുള്ള കോൺസെപ്റ്റിലേക്ക് വരുന്നതെന്നുള്ളൊരു ആ ടെർമിനോളജി നമ്മൾ കൂടുതലും ഇംഗ്ലീഷ് റെക്കോർഡ്സിലും ഈ ലേറ്റ് 19th സെഞ്ച്വറി മുതലാണ് കാണുന്നത്. പക്ഷേ അതിന്റെ ബേസിസ് എന്ന് പറയുന്നത് ഇത് തന്നെ. പത്മനാഭ സ്വാമിക്ക് അത് മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം ചെയ്തുകൊണ്ട് ഇറ്റ് ഈസ് ദ ഡെയിറ്റീസ് കിങ്ഡം ആൻഡ് ദെയർഫോർ ഇറ്റ് ഈസ് എ ഹിന്ദു കിങ്ഡം എന്നുള്ള ഒരു ലോജിക്കാണ് അതിന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. ഈ റാണിയുടെ പുസ്തകത്തിൽ ഈ ആർക്കൈവൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു റെഫറൻസസ് എന്തെങ്കിലും പറയുന്നുണ്ടോ? ഐ മീൻ, എന്താണ് അവരുടെ കൗണ്ടറിലെ ഒരു പ്രധാന കണ്ടസ്റ്റ്? ഇപ്പോൾ ബ്രിട്ടീഷ് ആർക്കൈവ്സിലായിരുന്നല്ലോ സ്വാഭാവികമായിട്ടും മനു ഉപയോഗിച്ചിട്ടുള്ളത്. മനു തന്നെ പറഞ്ഞിട്ടുണ്ട് ബ്രിട്ടീഷ് ആർക്കൈവ്സിലെ മെജോറിറ്റി ഓഫ് ഒരു സെറ്റ് ഓഫ് ഡോക്യുമെന്റ്സ് അവർ നശിപ്പിച്ചു എന്ന് പറഞ്ഞു. അതൊന്ന് പറയാവോ? അത് പൊതുവെ പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെ പറ്റി പഠിക്കുന്ന ആൾക്കാർക്ക് അറിയാം. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ട് പോയപ്പം അവർ പറഞ്ഞ 4 ടൺ പേപ്പർ ഉണ്ടായിരുന്നത് നശിപ്പിച്ച് കളഞ്ഞു, കത്തിച്ച് കളഞ്ഞു പല പല സ്ഥലങ്ങളിലായിട്ട്. ബിക്കോസ് അവരുടെ ഒരു പേടി ഇതായിരുന്നു, നമ്മൾ ഇൻഡിപെൻഡൻസ് കോൺഗ്രസ് പാർട്ടിയാണ് ഇനി ഭരണത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇവർ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് അപ്പോഴുണ്ട് 1947. 49ലാണ് ഇൻറ്റഗ്രേഷൻ നടക്കുന്നത്. അത്രയും കാലം പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭാവി എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് രാജാക്കന്മാരെ കോൺഗ്രസ് ബ്ലാക്ക് മെയിൽ ചെയ്യരുതെന്നുള്ള ഒരു പേടി കൊണ്ട് രാജാക്കന്മാർക്ക് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ കുറെ സെൻസിറ്റീവ് ഡോക്യുമെന്റ്സ് ബ്രിട്ടീഷുകാർ നശിപ്പിച്ച് കളഞ്ഞിരുന്നു പോകുന്നതിന് മുമ്പ്. തെരഞ്ഞെടുത്ത് നശിപ്പിച്ചു. പ്രത്യേകിച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ്, ഈ കൊട്ടാരത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ, അങ്ങനത്തെ സെൻസിറ്റീവ് ആയിട്ടുള്ള മാറ്റേഴ്സ്. പക്ഷേ ഈ ഡോക്യുമെന്റ്സ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് തന്നെ ഒരു കോപ്പി എപ്പോഴും വൈസ്രോയ്ക്ക് വരുന്ന പോലെ, വൈസ്രോയ്ക്ക് ഡൽഹിയിലാണ് കിട്ടുന്നത്, അതുപോലെ തന്നെ ഒരു കോപ്പി സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് വിച്ച് വാസ് എ ബ്രിട്ടീഷ് ക്യാബിനറ്റ് മിനിസ്റ്റർ ഫോർ ഇന്ത്യ, അയാൾക്കും കിട്ടുമായിരുന്നു ലണ്ടനിൽ. അപ്പോൾ ഇവിടുത്തെ ഡോക്യുമെന്റ്സ് ഒക്കെ നശിപ്പിച്ചെങ്കിലും ലണ്ടനിൽ ഇരിക്കുന്ന ഡോക്യുമെന്റ്സ് ഇപ്പോഴും നമുക്ക് ആക്സസിബിൾ ആണ്. അതിപ്പം ഡീക്ലാസിഫൈഡ് ഒക്കെയാണ്, അതൊക്കെ നമുക്ക് ഇപ്പം വായിക്കാം. അങ്ങനെയാണ് നമുക്ക് ഇതിനുള്ളിൽ നടക്കുന്ന കുറെ ഡൈനാമിക്സ് മനസ്സിലാവും. ആ നശിപ്പിച്ച ഡോക്യുമെന്റ്സ് കണ്ടൊരാൾ കൂടിയാണ് മനു. അതെ. നോക്കിയാൽ പക്ഷെ അവിടെയും ചിലവർ പറയാറുണ്ട് എന്റെ പുസ്തകം മൊത്തം ബ്രിട്ടീഷ് സോഴ്സസ് വെച്ചുകൊണ്ടാണെന്ന്. ദാറ്റ്സ് എ ബിറ്റ് അൺഫെയർ. കാരണം ബ്രിട്ടീഷ് ആർക്കൈവ്സിൽ ഇരിക്കുന്നേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, തിരുവിതാംകൂറിൽ ഒരു ദിവാൻ ഉണ്ടായിരുന്നു, നാണുപിള്ള എന്ന് പറഞ്ഞുകൊണ്ട് 19th സെഞ്ച്വറിയിൽ. അദ്ദേഹത്തിന്റെ ഒക്കെ പ്രൈവറ്റ് പേപ്പേഴ്സ് ഇപ്പൊ ഇരിക്കുന്നത് നെഹ്റു മെമ്മോറിയൽ ലൈബ്രറി ഡൽഹിയിൽ. അതിന്റെ അർത്ഥം അത് ഡൽഹി റെക്കോർഡ്സ് ആണോ? അല്ല, കേരളത്തിലെ റെക്കോർഡ്സ് ആണ് ഡൽഹിയിൽ ഇരിക്കുന്നേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് ഇതും. ഇവിടുത്തെ കുറെ റെക്കോർഡ്സ് ആണ്, അത് ബ്രിട്ടനിൽ ഇരിക്കുന്നുമുണ്ട്, അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പുസ്തകത്തിൽ ഇതിന്റെ ഒരു കിട്ടിയതിന്റെ ഒരു ലെറ്റ്സ് സേ 50% ഉപയോഗിച്ചിട്ടുള്ളൂ. ഇതിനെക്കാട്ടിലൊക്കെ കുറെ എക്സ്ക്ലൂസീവ് ഡോക്യുമെന്റ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ദോസ് ആർ ഓഫ് എ വെരി പ്രൈവറ്റ് നേച്ചർ. അപ്പൊ അതിനെ എന്റെ നാരേറ്റീവിലേക്ക് വരുത്തേണ്ട കാര്യമില്ലായിരുന്നു. അപ്പം ഈ പൊളിറ്റിക്കൽ ഹിസ്റ്ററിയോട് ചേർന്ന് നിൽക്കുന്ന ഡോക്യുമെന്റ്സിനെ മാത്രമാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സത്യമായിട്ടും എനിക്ക് ഇഫ് മൈ ഇന്റൻഷൻ വാസ് ടു ഡിഫെയിം എനിബഡി ദെൻ ഐ വുഡ് ഹാവ് ഇൻക്ലൂഡഡ് ഓൾ ദി അതർ ഡോക്യുമെന്റ്സ് ആസ് വെൽ. പക്ഷെ അത് ചെയ്തില്ല. കാരണം എൻ്റെ ഉദ്ദേശം വാസ് നെവർ ടു പ്രൈ ഇൻ ടു എനിബഡീസ് പ്രൈവറ്റ് ലൈഫ്. പക്ഷെ ഒരു രാജകുടുംബം എന്ന് പറഞ്ഞാൽ പ്രൈവറ്റും പബ്ലിക്കും ചേരുന്ന ഒരു സന്ദർഭമാണ്. ഇറ്റ് ഈസ് ത്രൂ ഡിസെന്റ് ആൻഡ് ഫാമിലി ദാറ്റ് യു ഈവൻ ഗെറ്റിംഗ് പവർ. അപ്പം നമുക്ക് പ്രൈവറ്റിനെ അത്രയും അങ്ങോട്ട് നീക്കി വെക്കാനും സാധിക്കത്തില്ല. ഈ മറ്റേതെങ്കിലും ഹിന്ദു സ്റ്റേറ്റ് പ്രിൻസിലി സ്റ്റേറ്റിൽ അങ്ങനെ അവകാശപ്പെട്ടിട്ടുണ്ടോ? ഞാൻ വായിച്ചിടത്തോളം അങ്ങനെ അവകാശപ്പെട്ട് ഞാൻ കണ്ടിട്ടില്ല. ചില രാജ്പൂത് സ്റ്റേറ്റ്സിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാറുണ്ട്. കാരണം അവിടെയും ഈ ലോജിക് ഉണ്ട്, അത് ഭഗവാന്റേതാണ്, രാജാവ് ഭഗവാന്റെ ഒരു റെപ്രസെന്റേറ്റീവ് എന്നുള്ള രീതിയിൽ ഭരിക്കുന്നു എന്നൊക്കെ ഉള്ളത്. പക്ഷെ കൂടുതലും ഞാൻ പഠിച്ചിട്ടുള്ളത് ട്രാവൻകൂർ ആയതുകൊണ്ട് ഐ നോ ഫോർ എ ഫാക്ട് ദാറ്റ് ഇവിടെ ഇറ്റ് വാസ് വോൺ വിത്ത് സം പ്രൈഡ്. ഓക്കെ. തീർച്ചയായിട്ടും പുതിയ പുസ്തകം ഹിന്ദുയിസത്തിൻ്റെ ചരിത്രം, ഹിന്ദു എവിടെയാണ്, അടിസ്ഥാനപരമായി ആരാണ് ഹിന്ദു? ഈ പുസ്തകം എഴുതിയതിന് ശേഷം ഞാൻ ചോദിക്കുകയാണ്, ആരാണ് ഹിന്ദു? അതിപ്പോഴും അങ്ങനെ ഈസിലി ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല. ഹിന്ദുയിസം എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകത്തിൽ കൂടോ ഒരു പ്രൊഫറ്റിന്റെ ഒരു മെസ്സേജിൽ കൂടോ ഉണ്ടായി വന്ന ഒരു സെൻട്രലൈസ്ഡ് റിലീജിയസ് സിസ്റ്റം അല്ല. നമ്മൾ ഈ പുസ്തകത്തിൽ ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് ഒരു കോൺഗ്ലോമറേറ്റ് എന്ന് വെച്ചാൽ പല സ്ട്രാൻഡ്സ് ഉണ്ടായതിനു ശേഷം അതുങ്ങൾ ഒരുമിച്ച് വന്ന് ഉണ്ടായി വരുന്ന ഒരു ഫ്രെയിം വർക്കാണ് നമ്മൾ ഹിന്ദുയിസം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഡൈവേഴ്സിറ്റി ഉണ്ട്. വിച്ച് ഇസ് വൈ ഇൻ ദ 20th സെഞ്ച്വറി ഓൾസോ സാവർക്കറിന് മുമ്പൊക്കെ തിലക്കിനെ പോലത്തെ ആൾക്കാർ ഹിന്ദുത്വ എന്നുള്ള വാക്കിനെ തന്നെ ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുമ്പം അവർ ഓൾറെഡി പറയുന്നുണ്ട് യു ഹാവ് ടു ബിലീവ് ഇൻ മൾട്ടിപ്പിൾ പാത്സ് ടു ഗോഡ്. എന്ന് വെച്ചാൽ ഒരു വഴി മാത്രമല്ല, പല വഴികൾ ഇതിനുള്ളിൽ തന്നെ ഉണ്ട്. അതിനെ അക്നോളജ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇതാണ്. പിന്നെ ഹിസ്റ്റോറിക്കലി ഹിന്ദു എന്നുള്ള വേർഡ് യൂസ് ചെയ്യുമ്പം യു വിൽ ഫൈൻഡ് ദറ്റ് ഒരു കുറച്ച് സെഞ്ച്വറീസിന് മുമ്പ് ആ ഹിന്ദു എന്നുള്ള വേർഡ് യൂസ് ചെയ്യുമ്പം ഇറ്റ്സ് യൂഷ്വലി അപ്പർ കാസ്റ്റ് ഗ്രൂപ്പ്സിനെയാണ് പറയുന്നത്. ഇപ്പോൾ ദിവ്യ ചെറിയാൻ എന്ന് പറഞ്ഞൊരു സ്കോളർ ഉണ്ട്, ഷീസ് ഡൺ എ സ്റ്റഡി ഓഫ് മാർവാർ ഇൻ രാജസ്ഥാൻ. അവിടെ ഹിന്ദു എന്നുള്ള വേർഡ് അവർ യൂസ് ചെയ്യുന്നത് അതിനെ ടു ഡിഫൈൻ എ ഹിന്ദു വേഴ്സസ് എ നോൺ ഹിന്ദു, അൺടച്ചബിലിറ്റി ആണ് ബാരിയർ. അപ്പോൾ അതിനകത്ത് മുസ്ലിമും ഉണ്ട് ഹു സീൻ ആസ് എൻ അൺടച്ചബിൾ. പക്ഷേ ഇപ്പോഴത്തെ ദലിത് കമ്മ്യൂണിറ്റീസ് ആർ ഓൾസോ സീൻ ആസ് നോൺ ഹിന്ദു ഇൻ ദാറ്റ് സെൻസ്. പക്ഷേ ലേറ്റ് 19th സെഞ്ച്വറി ഏർലി 20th സെഞ്ച്വറി ഒക്കെ ആകുമ്പോഴേക്കും ആ ഡെഫിനിഷൻ കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്ത് അവർ ദലിത് കമ്മ്യൂണിറ്റീസിനെ കൂടെ ആ ഡെഫിനിഷനിലേക്ക് ചേർക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ വന്നിരുന്നു. അതെന്തുകൊണ്ടാണ്? അത് നമ്മുടെ മെജോറിറ്റേറിയൻ ഒരു ഇമ്പൾസ് കാരണം 19th സെഞ്ച്വറിയിൽ ഈ സെൻസസ് ഒക്കെ വന്നതിന് ശേഷം
നാച്ചുറലി ഒരു ആങ്സൈറ്റി ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഈ അത്രയും നാളും ഹിന്ദുസും മുസ്ലിംസും ക്രിസ്ത്യൻസും ഒക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ ആരും എണ്ണിക്കൊണ്ടിരിക്കുന്നില്ല. ഹിന്ദു എത്ര ഉണ്ട്, ക്രിസ്ത്യാനി എത്ര ഉണ്ട്, മുസ്ലിം എത്ര ഉണ്ടെന്നൊന്നും അങ്ങനെ എണ്ണൽ നടക്കുന്നില്ല. ബ്രിട്ടീഷുകാർ വന്നിട്ട് ഒരു കൊളോണിയൽ പവർ പുറത്തുനിന്ന് വന്ന ഒരാൾ നമ്മളെ നോക്കുമ്പോഴാണ് ഈ എണ്ണൽ തുടങ്ങുന്നത്. എണ്ണി തുടങ്ങുമ്പോൾ ചിലവർക്ക് മനസ്സിലാവും, ഓ നമുക്ക് കുറച്ചുകൂടെ ആൾസംഖ്യ ഉണ്ട്. വേറെ ചിലവർക്ക് മനസ്സിലാവും, അയ്യോ നമ്മുടെ ആൾസംഖ്യ കുറവാണ്. ആ ഒരു ഡൈനാമിക് ഇതിനകത്തേക്ക് വരുന്നത് അപ്പോഴാണ് ഈ മെജോറിറ്റി മൈനോറിറ്റി എന്നുള്ള കോൺസെപ്റ്റും വരുന്നത്. സോ ലോവർ ക്ലാസ്സിനെ ഹിന്ദു എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹിന്ദുയിസം എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ ഭാഗമാക്കാനുള്ള ചിന്ത വന്നത് സെൻസസിന് ശേഷമാണ്. സെൻസസിന് ശേഷം ഇൻഫാക്ട് ദ ഹിന്ദു പത്രമില്ലയോ, അതിനകത്ത് ഒരു 1890s ഒരു എഡിറ്റോറിയൽ ഉണ്ട്. അതിനകത്ത് അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഹൗ ലോട്ട്സ് ഓഫ് അപ്പർ കാസ്റ്റ് ഹിന്ദുസ് ഈവൻ നൗ ഡു നോട്ട് അക്സെപ്റ്റ് സോ കോൾഡ് അൺടച്ചബിൾ ഗ്രൂപ്പ്സ് എസ് ഹിന്ദു. അവർ ആ വേർഡ് അവർക്ക് അപ്ലൈ ചെയ്യില്ല. ഇപ്പം ജാർഖണ്ഡ് ആ ഏരിയയിലൊക്കെ പോയ 19th century 1920s വരെയൊക്കെ ഹിന്ദു എന്നുള്ള വേർഡ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നോൺ ദലിത് ഗ്രൂപ്പ്സ് എന്ന ആ ഒരു അർത്ഥത്തിലാണ് അതിനെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആര്യ സമാജ് തന്നെ ഹിന്ദു കമ്മ്യൂണിറ്റി ഇങ്ങനെ മസ്കുലർ ഒരു സ്ട്രെങ്തൻ ചെയ്യാൻ ശ്രമിച്ച സമയത്ത് ദർ വാസ് എ ലോട്ട് ഓഫ് ഇന്റേണൽ ഓപ്പോസിഷൻ ആര്യ സമാജിനുള്ളിൽ അബൌട്ട് ബ്രിങ്ങിങ് ദലിത്സ് ഇൻ ടു ദ ഫോൾഡ്. അപ്പോൾ അങ്ങനെ യു കെൻ സി ഇതിനകത്ത് ഇപ്പോഴും ആ ഒരു വീക്ക് പോയിന്റ് ഉണ്ട്. പക്ഷേ ദ ലേബിൾ ഇറ്റ് സെൽഫ് ഇസ് ഓൾഡ്. സെൻസസിന്റെ ക്ലാസിഫിക്കേഷൻ അപ്പോൾ എന്തായിരിക്കും? അന്നത്തെ സെൻസസ് മനു ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് അവർ ക്ലാസിഫൈ ചെയ്തത്? അത് കുറെ ഓരോ സെൻസസ് റിപ്പോർട്ടും വായിക്കുമ്പോൾ ഓരോ വേറെ ഫസ്റ്റ് സെൻസസ് ഐ ആം ടോക്കിംഗ് അബൌട്ട്. ഫ്രോം ദ ഫസ്റ്റ് സെൻസസ് ഇറ്റ് സെൽഫ്. ഇപ്പം ഒന്നാമത് കാസ്റ്റിനെ കാറ്റലോഗ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഒരു സെൻസസിൽ അവർ പറയുമ്പോൾ ഇന്ന കാസ്റ്റ് ശൂദ്രവർണ്ണത്തിൽ വരുന്നതാണ്. അപ്പോൾ ആ കാസ്റ്റിലുള്ളവരെ പിന്നെ വഴക്കിട്ട് അടുത്ത സെൻസസ് ആകുമ്പോഴേക്കും അവരെ അപ്ഗ്രേഡ് ചെയ്ത് ക്ഷത്രിയയിലേക്കാക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് പൊളിറ്റിക്സ് ഉണ്ട് ഈ സെൻസസിനുള്ളിൽ തന്നെ. പക്ഷേ കാസ്റ്റ് ബേസിലും ചെയ്യും, റിലീജിയസ് ബേസിസിലും അല്ല, അന്ന് റിലീജിയസ് ബേസിൽ ചെയ്യാൻ പറ്റുമെന്ന് എൻ്റെ ചോദ്യം. കാരണം ബ്രിട്ടീഷുകാർക്ക് 18th century മുതൽ ഒരു ബൈഫിക്കേഷൻ, ലീഗൽ ബൈഫിക്കേഷൻ ഉണ്ട്. ഹിന്ദുസ് എന്ന് പറഞ്ഞ ഒരു റിലീജിയസ് കാറ്റഗറി, മുസ്ലിംസ് എന്ന് പറഞ്ഞ വേറെ ഒരു റിലീജിയസ് കാറ്റഗറി. അവരുടെ സെൻസസിൽ ഈ ബാക്ക്വേർഡ് ക്ലാസസിനെ ഹിന്ദുസ് ആയിട്ടാണോ കൺസിഡർ ചെയ്ത്? ഡിപ്പെൻസ്. ഇപ്പൊ ചില സ്ഥലങ്ങളിലല്ല, ചില സ്ഥലങ്ങളാണ്. ചില സ്ഥലങ്ങളിൽ രണ്ടും ഉപയോഗിക്കും. ഫോർ എക്സാമ്പിൾ ചില സ്ഥലങ്ങളിലൊക്കെ ചില ആൾക്കാരെ ഹിന്ദു ക്രിസ്ത്യൻസ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ക്രിസ്ത്യൻ ഹിന്ദുസ് എന്ന് വിളിക്കും. പിന്നെ അവരുടെ തന്നെ സെൻസസ് റിപ്പോർട്ട്സ് ഉണ്ട്. ഈ സെൻസസ് ചെയ്തതിന് ശേഷം സെൻസസ് ചെയ്ത ഓഫീസർ ഒരു റിപ്പോർട്ട് എഴുതും. അതിനകത്ത് അവർ ഫ്രസ്ട്രേഷൻ ചിലപ്പോൾ ഒക്കെ പറയുന്നുണ്ട്. ഈ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം ഒരു കമ്മ്യൂണിറ്റി എടുക്കുക, അവർ ടെക്നിക്കലി ഹിന്ദു ആണ്, പക്ഷെ അവരുടെ ഒരുപാട് പ്രാക്ടീസസിന് ഇസ്ലാമിക് ഇൻഫ്ലുവൻസും ഉണ്ട്. ഹിന്ദു ദൈവങ്ങളെ വേർഷിപ്പ് ചെയ്യുന്നു, പക്ഷെ പേരിൽ ചിലപ്പോൾ റഹീമിനും റഹ്മാനും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇവരൊക്കെ എങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നതെന്നും ഒരു സംശയം ഓഫൻ സെൻസസ് റിപ്പോർട്ട്സിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. സോ സെൻസസ് മെയ്ഡ് എ ലോട്ട് ഓഫ് ഡിഫറൻസ് ഇൻ മേക്കിംഗ് ദ ഹിന്ദു ഒരു ഫ്ലൂയിഡ് ആയിട്ടുള്ള സാധനം പോകുമ്പം നമ്മളത് രണ്ടുമൂന്ന് ഇങ്ങനെ ഡാംസ് പണിഞ്ഞു വെച്ചാൽ അപ്പോഴാണ് അതിനൊരു പുതിയൊരു സ്ട്രക്ചർ കിട്ടുന്നല്ലേ. എന്നാലും ഉണ്ട്, പഴയ വെള്ളം തന്നെയാണ്, പക്ഷെ അതിന് ഒരു പുതിയ സ്ട്രക്ചർ കിട്ടും. സോ ദ മൂമെന്റ് യു സ്റ്റാർട്ട് എന്യൂമറേറ്റിംഗ് കമ്മ്യൂണിറ്റീസ് ഓൾസോ തിങ്ക് ഓഫ് ദംസെൽവ്സ് ഇൻ എ ന്യൂ വേ. അത്രയും കാലം യു മേ നോട്ട് ഹാവ് തോട്ട് ഓഫ് യുവർ സെൽഫ് ആസ് എ ന്യൂമെറിക്കൽ മെജോറിറ്റി. പക്ഷെ ആ ന്യൂമെറിക്കൽ ഒരു ഇത് വരുമ്പം യു സ്റ്റാർട്ട് തിങ്കിങ് ഓഫ് യുവർ സെൽഫ് ഇൻ ന്യൂ വേസ് ആൻഡ് യുവർ വേ ഓഫ് പൊളിറ്റിക്കലി മൊബിലൈസിങ് ഓൾസോ ചേഞ്ചസ്. അതാണ് ആ മെജോറിറ്റേറിയനിസം മൈനോറിറ്റി ഡൈനാമിക്സ്. അപ്പോൾ വരുന്നൊരു ചോദ്യം, അപ് ടു മേ ബി അപ് ടു സെൻസസ് അല്ലെങ്കിൽ ആ ഒരു 19th century വരെ, 18th century അവസാനം വരെ അപ്പർ ക്ലാസ് തോട്ട് ദംസെൽഫ് ആസ് ഹിന്ദുസ്. വാട്ട് അബൌട്ട് അതേഴ്സ്? അവരുടെ ചിന്ത എന്തായിരുന്നു? അവരെന്തായിട്ടാണ് ഐഡന്റിഫൈ ചെയ്തത്? കാസ്റ്റായിട്ട് മാത്രമായിട്ടാണോ? അത് ഇറ്റ്സ് ഡിഫിക്കൾട്ട് ടു സേ, പാർട്ട്ലി ബിക്കോസ് നമ്മുടെ കയ്യിൽ ഒരുപാട് ഉള്ള സോഴ്സസ് യൂഷ്വലി എലീറ്റ് ഗ്രൂപ്പ്സിന്റെ ആണ്. കാരണം എലീറ്റ് ഗ്രൂപ്പ്സ് ആണ് ഒന്നുമില്ല. അതെ, എലീറ്റ് ഗ്രൂപ്പ്സിന്റെ കയ്യിലാണ് ലിറ്ററസിയും റെക്കോർഡ് മേക്കിംഗ് അതൊക്കെ ഇരിക്കുന്നത്. മാർജിനലൈസ് ഗ്രൂപ്പ്സിന്റെ നോക്കുകയാണെങ്കിൽ ഓറൽ ഹിസ്റ്ററി, അവരുടെ പാട്ടുകൾ, അതിൽ കൂടെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദർ ആർ ഗ്രൂപ്പ്സ് ഇൻ വിച്ച് യു കെൻ സീ അവർ പറയുന്നുണ്ട് അവർക്ക് ഒരു കാലത്ത് പുരാണങ്ങളിൽ അവരുടെ ആൻസെസ്റ്റേഴ്സ് കേമരായിരുന്നു, പിന്നെ അവരെ ചതിച്ച് ഒരു മോശപ്പെട്ട ലെവലിൽ കൊണ്ടുവന്നു. സോ ദർ ഇസ് സം കണക്ഷൻ ടു ദ സാൻസ്ക്രിറ്റീവ് നാരറ്റീവ്, പക്ഷെ അത്രയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള കണക്ഷൻ അല്ല. അതർ പ്ലേസസിൽ നമ്മൾ പറയുന്നു ഇല്ല, ദർ ഇസ് നോ, നമ്മൾ വാട്ട് വി ഐഡന്റിഫൈ ആസ് ഓർത്തഡോക്സ് ഹിന്ദുസും അതുമായിട്ട് ഒരു ലിങ്ക് ഇല്ലാത്ത ആൾക്കാരും ഉണ്ട്. ഫോർ എക്സാമ്പിൾ ബീഫ് കഴിക്കുന്നു, വേദങ്ങളെ ദേ ഡോണ്ട് കൺസിഡർ ദാറ്റ് ആസ് ഹോളി സ്ക്രിപ്ചർ, അങ്ങനെയും കോൺട്രഡിക്ടറി ആയിട്ട് ചില ഗ്രൂപ്പ്സിനെ കാണുന്നുണ്ട്. ബട്ട് ഇറ്റ്സ് വെരി ടഫ് ടു ഒരു ബ്രോഡ് ബേസിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. അല്ല, പക്ഷെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു അവരെ, ബിക്കോസ് അവരതുവരെ ഹിന്ദു എന്ന് ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിട്ടില്ല, ജാതി അനുസരിച്ചാണ് ഐഡന്റിഫൈ ചെയ്തത്. വേറെ ബ്രാഹ്മൺസ് ഈ അവരുടെ വലിപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഇവരെ കൂടി അക്സെപ്റ്റ് ചെയ്യണം. എവിടെയെങ്കിലും റെസിസ്റ്റൻസ് ഉണ്ടായതായിട്ട് ചരിത്രമുണ്ടോ? They don't want to be part of the so-called Hindu. The biggest resistance was Ambedkar, no? I'm talking about the earlier period. മഹാത്മാ ഫുലെയുടെ ഒക്കെ റൈറ്റിംഗ്സ് എൻ്റെ ഈ പുസ്തകത്തിൽ ഫുലെയാണ് ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത്, അംബേദ്കറിനെ അല്ല. പക്ഷെ അതിനകത്ത് നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ അതിനെ കയറി ആ ലേബിളിനെ ഭാഗമായിട്ട് കാണണമെന്നൊന്നും ഫുലേക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. ഓൺ ദ കോൺട്രറി, ഹീസ് raising a note of dissent.
അങ്ങനെ യുനോ അല്ല, ഞാൻ കുറച്ചുകൂടി ഫുള്ളിലേക്ക് വരാം. ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിലീജിയൻ എന്ന് പറയുന്ന ഒരു ഐഡിയ ഓഫ് റിലീജിയൻ ഇന്ത്യക്കാരന് ഉണ്ടായിരുന്നോ എന്ന് എൻ്റെ ചോദ്യം. ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. പക്ഷേ ഐ വുഡ് അഗൈൻ സേ മോസ്റ്റ്ലി ടുവേർഡ്സ് ദി എലീറ്റ് ലെവൽസ്. ഇന്നും ഫോർ എക്സാമ്പിൾ നമ്മൾ കുറെ ഈ പൊളിറ്റിക്കൽ കോൺസെപ്റ്റ്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് എ ലാർജ്ലി ഇന്റലക്ച്വൽ കോൺവെർസേഷൻ. ഇപ്പം ഓൺ ദ ഗ്രൗണ്ട് പോയി ഒരു ഫാമറിനോട് ചോദിച്ചാൽ ഹി വിൽ നോട്ട് ഹാവ് എൻ ഇന്റലക്ച്വൽ എക്സ്പ്ലനേഷൻ ഫോർ ഇറ്റ്. ഹി മേ ഹാവ് സം സെൻസ് ഓഫ് റിലിജൻ, പക്ഷേ അത് ചിലപ്പോൾ ഒരു വളരെ ലോക്കലൈസ്ഡ് അദ്ദേഹത്തിന്റെ കാസ്റ്റിന്റെ ബേസിസ്, അദ്ദേഹത്തിന്റെ ഫാമിലിയുടെ ട്രഡീഷന്റെ ബേസിസിലൊക്കെ ആയിരിക്കും അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. പക്ഷേ ഇന്റലക്ച്വൽസ് വിൽ ഡിഫൈൻ ഇറ്റ് ഇൻ എ ഡിഫറെന്റ് വേ. രണ്ടും സത്യമാണ്. ബോത്ത് ക്യാൻ ബി ട്രൂ അറ്റ് ദ സെയിം ടൈം ഇൻ പാരലൽ. അപ്പർ കാസ്റ്റ് ഗ്രൂപ്പ്സിന് ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. അത് ഒരു 14th century മുതൽ വി കൻ സി ബോത്ത് ദ വേർഡ് ഹിന്ദു ബീങ് യൂസ്ഡ് അഗേൻസ്റ്റ് ദി ഐഡിയ ഓഫ് ദ മുസ്ലിം ആൻഡ് ഹിന്ദുസ് ഐഡന്റിഫൈങ് ആസ് ഹിന്ദുസ് ആസ് എ ഗ്രൂപ്പ്, ആസ് എ ബ്രോഡ് ബേസ്ഡ് ഗ്രൂപ്പ്. സോ ലോവർ കാസ്റ്റിൻ്റെ ഒരു റിലീജിയസ് കോൺസെപ്റ്റിൽ ഒരു ഇൻ്റലക്ച്വൽ ഇൻ്റർവെൻഷൻ വരുന്നത് ഒരു പക്ഷേ ഫൂലയിലൂടെയോ പിന്നീട് അംബേദ്കറിലോ അല്ലാതെ ഒന്നും ഇല്ലല്ലോ നമ്മുടെ അറിവിൽ. അതിന് മുമ്പുണ്ട്. നമ്മൾ ഭക്തി ലിറ്ററേച്ചറൊക്കെ നോക്കിയാൽ അതിന്റെ ചില ട്രേസസ് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഒരിക്കലും അതൊരു ലാസ്റ്റിംഗ് രൂപത്തിലേക്ക് വന്നിട്ടില്ല. പാർട്ട്ലി ബിക്കോസ് ഐ തിങ്ക് ദീസ് കമ്മ്യൂണിറ്റീസ് ആൾസോ കുറെ കൂടെ സ്കാറ്റേർഡ് ആണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കണ്ടീഷൻസ് ഇല്ല. അഗൈൻ ലിറ്ററസി മാറ്റേഴ്സ് ചെയ്യണോ. ലിറ്ററസിയും എഴുതാൻ പറ്റുമെങ്കിലാണ് യുവർ ഐഡിയാസ് ക്യാൻ ട്രാവൽ. ഇത് വെൻ യുവർ നോട്ട് ലിറ്ററേറ്റ്, വെൻ യുവർ വെരി ലോക്കലൈസ്ഡ് ഇൻ യുവർ ഐഡന്റിറ്റി, അതിനെ ട്രാൻസെൻഡ് ചെയ്ത ഒരു പാൻ ഇന്ത്യൻ മൂവ്മെന്റ് ആയിട്ടൊന്നും അന്നത്തെ കാലത്ത് ആർക്കും ആക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഭക്തി ലിറ്ററേച്ചറിൽ പൊതുവേ നമുക്ക് കാണാൻ പറ്റും ദർ ആർ ഒക്കേഷണലി നോട്ട്സ് ഓഫ് ഡിസെന്റ്. ഒരു പുഷ് ബാക്ക് ഉണ്ട് പൊതുവെ. ഒരുപക്ഷെ ഹിന്ദു റിലീജിയനെ ഏറ്റവും കൂടുതൽ അവർ ഒരു വെല്ലുവിളിയായിട്ടുണ്ടാവുക വിചിത്രമായ ആചാരങ്ങൾ, വ്യത്യസ്തമായ ആചാരങ്ങൾ, ഓരോ കമ്മ്യൂണിറ്റിക്ക് ഓരോ സ്പേസിൽ ഇന്നും ആചാരങ്ങൾ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു കാലത്താണ് നമ്മൾ. മനു ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല, കേരളത്തിൽ വലിയൊരു പ്രശ്നം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 21ാം നൂറ്റാണ്ടിൽ റോബോട്ട് ഭരിക്കും നമ്മൾ അമ്പലത്തിൽ ഷട്ടറിനോ എന്നുള്ള ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണിത്. മാത്രമല്ല ശബരിമലയിൽ അയ്യപ്പനും ബാബരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് നമ്മളിവിടെ ഒറ്റയ്ക്ക് വേഷം നടക്കുന്നത്. ഹൗ ഡു യു അഡ്രസ് ദ ഇഷ്യൂ? എങ്ങനെയാണ് ഈ ചർച്ച, എവിടെ തൊട്ടാണ് നമ്മൾ ഈ കൊളാഷ് വന്നത്? എങ്ങനെയാണ് ഇതിന് ഈ ആചാരങ്ങൾ അതിൻ്റെ സോ യു ഓൾവേസ് സേ ദാറ്റ് ഒരു ആചാരം 100 വർഷത്തിന് പഴക്കമില്ലാത്ത ആചാരം ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ആചാരങ്ങൾ ആർ ഓൾവേസ് ക്വൈറ്റ് ഫ്ലെക്സിബിൾ. നമ്മൾ ആദ്യം തുടങ്ങിയത് ഈ തിരുവിതാംകൂറിനെ പറ്റി ഡിസ്കസ് ചെയ്തുകൊണ്ടാണ്. 1939-40 ചിത്രപെരുന്നാളും അദ്ദേഹത്തിന്റെ വല്യമ്മയായ സീനിയർ റാണി പൂജപ്പുര പാലസ് താമസിച്ചിട്ടിരുന്ന അവർ തമ്മിൽ വഴക്ക് നടന്നുകൊണ്ടിരിക്കുക. ബേസിക്കലി സീനിയർ റാണിയുടെ ആൻസെസ്ട്രൽ എസ്റ്റേറ്റ് ചിത്രപെരുന്നാൾ കൈവശമാക്കി. അത് സീനിയർ റാണി ആസ് റെസിസ്റ്റിംഗ് ദാറ്റ് വിത്ത് ബ്രിട്ടീഷ് വൈസ്രോയ്, എനിക്കത് തിരിച്ചു വേണം എന്നുള്ള രീതിയിലിരിക്കുക. ആ സമയത്താണ് സീനിയർ റാണിയുടെ മകൾക്ക് ഷീ ബിക്കംസ് പ്രഗ്നന്റ്. പക്ഷേ ഈ വഴക്കുള്ളതുകൊണ്ട് രാജാവ് ആ പ്രഗ്നൻസിയെ റെക്കഗ്നൈസ് ചെയ്യത്തില്ല. രാജാവ് പറഞ്ഞു ഞാൻ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല, ഇങ്ങനെ ഒരു ഗർഭം ഉണ്ടായത് ഞാൻ അംഗീകരിക്കുന്നില്ല. അപ്പൊ ചില ചടങ്ങുകളുണ്ട്, അതിന് രാജാവ് കാരണം എന്നുള്ള കപ്പാസിറ്റിയിൽ രാജാവ് വന്ന് വേണം ചെയ്യാൻ ചടങ്ങുകൾ. പക്ഷെ ഈ വഴക്കുള്ളതുകൊണ്ട് നടന്നില്ല. അപ്പൊ റാണി എന്ത് ചെയ്തു, വേറെ ഒരു ബന്ധുവെ വിളിച്ച് ആ ചടങ്ങുകളൊക്കെ നടത്തി. കാരണം ഡോട്ടേഴ്സ് റിച്വൽസ് ഹാവ് ടു ബി ഡൺ. കുട്ടി ഉണ്ടായി 1940 ഫെബ്രുവരിയിൽ, രുക്മിണി എന്ന് പറഞ്ഞ് ഉണ്ടായ സമയത്ത് എന്ത് പറ്റി, രാജാവ് ബർത്തിനെ അംഗീകരിച്ചില്ല. കാരണം രാജാവ് പ്രഗ്നൻസി അംഗീകരിച്ചില്ല, അപ്പം കുട്ടി ഉണ്ടായത് അംഗീകരിക്കും. അപ്പൊ ബ്രിട്ടീഷ് റെസിഡന്റിന്റെ ഒക്കെ നോട്ട്സ് ഉണ്ട് ആ സമയത്ത് സെയിങ് സാധാരണ രാജകുടുംബത്തിൽ ഒരു കുഞ്ഞുണ്ടായാൽ നമുക്ക് ഉടനെ ഒരു നോട്ട് വരും. ഇത് ഈ കുട്ടി ഉണ്ടായിട്ട് ഒരു 10 ദിവസമായിട്ട് നോട്ടൊന്നും വന്നിട്ടില്ല. ഇങ്ങനെ ഒരു കാരണം സക്സഷൻ ഡിപ്പെൻഡ്സ്. അപ്പൊ ആള് ജനിച്ചെന്ന് പുതിയൊരാൾ വന്നെന്നുള്ളതിന്റെ രേഖ വേണം. അപ്പം അവസാനം ഈ വഴക്ക് തീർന്നപ്പം ഒരു ആചാരം വഴി ഈ ഒരു സിറ്റുവേഷൻ അവർ കോംപ്രമൈസ് ചെയ്തു. എന്ത് ചെയ്തു, 6 മാസം വയസ്സുള്ള കുട്ടിയെ ഈ ലോട്ടസ് ലീവ്സിനകത്ത് റാപ്പ് ചെയ്ത് ഒരു ഗർഭപാത്രം ഉണ്ടാക്കി അമ്മയുടെ വയറ്റത്തോട്ട് പിടിച്ചു. പിന്നെ ഏതാണ്ട് ആ രാജാവ് ഗർഭസമയത്ത് ചെയ്യേണ്ട ചടങ്ങുകളൊക്കെ വന്ന് രാജാവ് ചെയ്തു. ഇത് ചെയ്തു ഈ പൊതിഞ്ഞു വെച്ചേക്കുന്ന കുഞ്ഞിനെ. ആ ഗർഭചടങ്ങുകൾ ചെയ്തതിന് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഈ പൊതി അവർ തുറന്നു. അപ്പം കഴിഞ്ഞ് പ്രസവമായി എന്നുള്ള രീതിയിൽ അവിടെയുള്ള കുറെ മെയ്ഡ് സെർവൻസിനോട് പറഞ്ഞു എന്ന് പറഞ്ഞ ചില ഈ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ ഓസ്പിഷ്യസ് ആയിട്ടുള്ള, അങ്ങനെ കുറെ ശബ്ദങ്ങളൊക്കെ ഉണ്ടായി, കുട്ടി ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടായിട്ട് അവസാനം അങ്ങനെയാണ് ആ കുട്ടിയുടെ റെക്കഗ്നിഷൻ നടന്നത് കുറെ മാസങ്ങൾക്ക് ശേഷം. സോ ഈ റിച്വൽ എന്ന് പറയുന്നത് can always be flexible and that is in many ways the beauty of it. കാരണം റിച്വലിന്റെ ഒരു റീസൺ ഒന്നാമത് it is to keep you aligned with tradition. പക്ഷെ sometimes then the world changes, it also allows you to change with the world while keeping some sense of tradition alive. അപ്പൊ ഈ പുസ്തകത്തിന്റെ ബിഗിനിങ് തന്നെ ഞാൻ പറയുന്ന കഥ ആ കഥയിലേക്ക് വരാം. ഇൻസിഡന്റിൽ നമ്മൾ ഷർട്ടിന്റെ കാര്യം പറഞ്ഞു പോയി. അമ്പലത്തിൽ മേൽവസ്ത്രം ധരിച്ചിട്ട് ആണുങ്ങൾക്ക് പോകാമെന്ന്. ഇതിൽ മനു പറയുന്നൊരു എക്സാമ്പിൾ ഉണ്ട്. രാജാവ് പുറത്ത് വലിയ ബ്രിട്ടീഷ് ഓറിയന്റഡ് ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്ന രാജാവ് അമ്പലത്തിൽ ചെല്ലുമ്പം മേൽവസ്ത്രം ഊരുന്നു എന്നുള്ളത്. ഇതൊക്കെ എന്നാ വന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇറ്റ്സ് എ ഡിബേറ്റ് ഗോയിങ് ഓൺ കേരള. ഈവൻ ഹിന്ദു ഹാരിയുടെ ഫുൾ പേജ് ആർട്ടിക്കിൾ ഓൺ ദാറ്റ്. എനിക്കൊരിക്കലും അസ്വസ്ഥ ഉണ്ടായി. കാരണം നമ്മൾ ഈ 21st century നമ്മൾ ഈ ഒരു ഡിബേറ്റ് ചെയ്യാന്ന് പറഞ്ഞത് അതും നമ്മൾ സോക്കോൾ നവോത്ഥാനം എന്ന് പറയുന്ന സ്ഥലത്താണ്. അല്ല, സി എവറിബഡി ഹാസ് ഡിഫറെന്റ് ഓഡിയൻസസ് ഇൻ മൈൻഡ് അല്ലേ. അപ്പം നമ്മൾ
ഇപ്പം നമ്മൾ തന്നെ ഇപ്പം കേരളത്തിൽ നിൽക്കുമ്പോൾ വി ആർ സ്പീക്കിംഗ് ഇൻ എ സർട്ടൻ തിങ് ഐ എം വെയറിംഗ് എ മുണ്ട് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. ഞാനിപ്പം ഒരു ഡൽഹിയിൽ വിന്റർ സമയത്ത് പോയിരിക്കുകയാണെങ്കിൽ മുണ്ട് കൊടുക്കത്തില്ല. ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ക്ലോത്ത്സ് ദാറ്റ് ഐ വെയർ. ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഡിഫറെൻറ്റ് ലാംഗ്വേജ് ദാറ്റ് ഐ യൂസ്. ഏകദേശം അതുപോലെ തന്നെയാണ് ഇപ്പം തിരുവിതാംകൂർ രാജാക്കന്മാരെ ഭഗവാനെ ആറാട്ടി കൊണ്ടുപോകുമ്പോൾ അരയ്ക്കൊരു മുണ്ട് മാത്രം കൊടുത്ത് അവരുടെ ആഭരണങ്ങൾ പിടിച്ച വാളും പിടിച്ചാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ 18th സെഞ്ച്വറിയിൽ മാർത്താണ്ഡവർമ്മയുടെ ജസ്റ്റ് ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ഹിസ് കരിയർ മുതൽ അടുത്ത രാജാവിൻ്റെ സമയം ഒക്കെ കാണുമ്പം ദർബാറിലിരിക്കുമ്പോൾ അവർ പേർഷ്യൻ ക്ലോത്ത്സ് ഇട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. പേർഷ്യനറ്റ് മുഗൾ സ്റ്റൈൽ അറ്റയറിൽ നീണ്ട റോബ്സും ഒക്കെ ഇട്ട് തലയിൽ ഒരു സാധനമൊക്കെ വെച്ചുകൊണ്ടാണ് ദർബാറിലിരിക്കുന്നത്. കാരണം ആ സമയത്ത് ഓൾ ദി ഇമ്പോർട്ടൻറ്റ് റൂളേഴ്സ് ഇൻ ഇന്ത്യ വർ പാർട്ട് ഓഫ് ദാറ്റ് പേർഷ്യനറ്റ് കൾച്ചർ. അതായിരുന്നു പരിഷ്കാരം. അപ്പം ദർബാറിൽ ഫോറിൻ വിസിറ്റേഴ്സിനെയൊക്കെ റിസീവ് ചെയ്യുമ്പോൾ രാജാവും പേർഷ്യനറ്റ് ഇസ്ലാമിക് ക്ലോത്ത്സ് ഇട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ സ്വാതി തിരുനാളിൻ്റെ ജനന സമയം വരെ കുട്ടി ഉണ്ടാകുമ്പം സ്വാതി തിരുനാൾ അമ്മ പറഞ്ഞിരുന്നു മുഗൾ എംപററിനോട് അയച്ചിട്ട് ഇതിനൊരു റെക്കഗ്നിഷൻ വേണമെന്ന്. കാരണം മുഗൾ എംപററുടെ റെക്കഗ്നിഷൻ ഉള്ളത് ഒരു വലിയ സ്റ്റേറ്റസ് സിമ്പിൾ ആയിരുന്നു അന്നത്തെ കാലത്ത്. മുഗൾസ് ഒരിക്കലും കേരളത്തിൽ അങ്ങനെ വന്ന് ഭരിച്ചിട്ടില്ല. പക്ഷേ ദാറ്റ് ഓഡിയൻസ് മാറ്റേഡ്. പാൻ ഇന്ത്യൻ ലെവലിൽ നിങ്ങളെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണണമെങ്കിൽ യു ഹാവ് ടു ഗെറ്റ് ദ മുഗൾ എംപറർ സ്റ്റാമ്പ് എന്നുള്ള ഒരു നോഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ പേർഷ്യനറ്റ് ക്ലോത്ത്സ് അവരുടെ ടൈറ്റിലുണ്ട്. ഷംഷേർ ജംഗ് എന്നൊക്കെ പറഞ്ഞൊരു രാജാക്കന്മാരുടെ ടൈറ്റിലുണ്ട്. അത് മുഗൾ എംപറർ വഴി നവാബ് ഫാർക്കോട്ട് വഴി കിട്ടിയ ഒരു ടൈറ്റിലാണ്. അവരിട്ട കുപ്പായം, അവർ ഉപയോഗിച്ച ഭാഷ, ഈ സ്വാതന്ത്ര്യനാളുടെ കാലം വരെ തിരുവിതാംകൂറിലെ മഹാറാണിയോ രാജാവോ ഒക്കെ ബ്രിട്ടീഷ് ഗവർണറിന് മദ്രാസിൽ കത്തയക്കുവാണെങ്കിൽ ഇംഗ്ലീഷിലല്ല, മലയാളത്തിലല്ല, പേർഷ്യനിലാണ് അയക്കുന്നത്. കാരണം പേർഷ്യൻ വാസ് കൺസിഡേർഡ് ദ ലാംഗ്വേജ് ഓഫ് ഡിപ്ലോമാറ്റിക്. സ്വാതന്ത്ര്യനാളുടെ കാലം വരെ പേർഷ്യൻ ആയിരുന്നു. ഫോർ ഓൾ ഡിപ്ലോമാറ്റിക് കോറസ്പോണ്ടൻസ് പേർഷ്യനിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. സോ ഇവിടെ പേർഷ്യൻ അറിയുന്ന ആൾക്കാരുണ്ടായിരുന്നു, മുൻഷിമാരുണ്ടായിരുന്നു. അവരതിനെ മലയാളത്തിൽ എഴുതി കൊടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്ത് അങ്ങോട്ട് അയക്കും. ഇൻഫാക്ട് 1920s ഈ ചിത്രനാളുടെ ഒക്കെ വല്യമ്മ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് വൈസ്രോയുടെ ഒക്കെ കത്ത് വന്നാൽ അതിനെ ഖരിത്ത എന്നാണ് പറയുന്നത്. ഖരിത്ത പേർഷ്യൻ വേർഡാണ്. ബിക്കോസ് അത് ആ പഴയ ചടങ്ങിൻ്റെ ഒരു ലെഫ്റ്റ് ഓവർ എക്കോ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ സെയിം ഒരു സന്ദർഭത്തിൽ ദാസൻ അല്ലെങ്കിൽ പത്മനാഭസ്വാമിയുടെ ഏജന്റ് എന്നുള്ള രീതിയിൽ ആറാട്ട് ലീഡ് ചെയ്യുന്ന സെയിം രാജാവ് വേറൊരു സന്ദർഭത്തിൽ മുഗൾ എംപററുടെ വാസൽ എന്നുള്ള രീതിയിൽ പേർഷ്യനറ്റ് കുപ്പായവും ഇട്ട് നിൽക്കും. സോ ഡിപ്പെൻഡിങ് ഓൺ യുവർ ഓഡിയൻസ് ആൻഡ് ഡിപ്പെൻഡിങ് ഓൺ യുവർ ഇൻസെൻറ്റീവ്സ് യുവർ റിച്വൽസ് ഓൾസോ കീപ് ചേഞ്ചിങ്. നമ്മൾ ഇടുന്ന കുപ്പായവും നമ്മൾ ചെയ്യുന്ന ചടങ്ങുകൾക്ക് എല്ലാം ഒരു കോണ്ടെക്സ്റ്റിലാണ് മീനിങ് ഉണ്ടാവുന്നത്. അപ്പോൾ ഡിപ്പെൻഡിങ് ഓൺ യുവർ കോണ്ടെക്സ്റ്റ് ബോത്ത് കെൻ സർവൈവ് അറ്റ് ദ സെയിം ടൈം. അതിനകത്ത് കോൺട്രഡിക്ഷൻ അല്ല, പാരലലി നടക്കുന്ന സംഗതികളാണ് ഇതെല്ലാം. സിനിമ യു സ്റ്റാർട്ടഡ് ദ ന്യൂ ബുക്ക് വിത്ത് ജയ്പൂർ രാജാവ് കൊറോണേഷന് പോകുന്ന കഥയാണ്. ഹൗ ദേ മേക്ക് ദെയർ ഇൻട്രസ്റ്റ് ഫ്ലെക്സിബിൾ എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സഹായം തേടുകയാണ് ചെയ്യുന്നത്. ഇപ്പോഴും ഇവിടെയും എല്ലാ പ്രശ്നങ്ങളും ദൈവത്തിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ ചെയ്യുന്നത്. എസ്പെഷ്യലി എല്ലാ റിലീജിയനിലുമാണ് നമ്മൾ കുറച്ച് കൂടുതൽ. ആ കഥയൊന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പുസ്തകത്തിലേക്ക് കുറച്ചുകൂടി പോകാമെന്ന് വിചാരിക്കുകയാണ്. അത് അപ്പം 1902 1903 പുതിയ ക്വീൻ വിക്ടോറിയയുടെ കാലശേഷം അവരുടെ മകൻ എംപറർ ആവുന്നല്ലോ ബ്രിട്ടനിൽ. അപ്പം ആ ചടങ്ങിന് വേണ്ടി ജയ്പൂരിലെ രാജാവിനെ വിളിച്ചു, ഇന്ത്യയിലെ കുറേ രാജാക്കന്മാരെ വിളിച്ചു. പക്ഷേ ഈ ഹിന്ദു രാജാക്കന്മാർക്കൊരു ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. രാജാവ് ഇപ്പം കിങ് വിളിക്കുന്നുണ്ട് ഇംഗ്ലണ്ടിൽ നിന്ന്, പോകാൻ ആഗ്രഹം ഉണ്ടായിരിക്കും, കാരണം ഒരു കൗതുകം കാണും ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കാണുന്നത്. പവർ ഡൈനാമിക്കും ഉണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ട്രഡീഷണലി കടൽ യാത്ര ചെയ്ത് അന്യരാജ്യങ്ങളിൽ പോകുന്നതും ഒരു ഗുഡ് ഓർത്തഡോക്സ് ഹിന്ദുവിന് ബാഡായിട്ടുള്ള ഒരു കാര്യമാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. ഏത് കാലം വരെ ആയിരുന്നു അത്? അതിന് മുമ്പും പോയിട്ടൊക്കെ ഉണ്ട് ആൾക്കാർ. പക്ഷേ ദാറ്റ്സ് ദ ലോജിക്, ഇങ്ങനെ പോകാൻ പാടില്ല എന്നുള്ള ഒരു ട്രഡീഷൻ ആയിരുന്നു. അപ്പം ജയ്പൂർ രാജാവ് അവിടുത്തെ പണ്ഡിതന്മാരെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ ഒരു കൽപ്പന വന്നിട്ടുണ്ട്, പോയേ പറ്റൂ, എനിക്ക് പോകാൻ ആഗ്രഹമുണ്ട്, പക്ഷേ അറ്റ് ദ സെയിം ടൈം എൻ്റെ റിലീജിയസ് സെൻസിബിലിറ്റീസിന് ഒരു വയലൻസ് ആവാൻ പാടില്ല, ഒരു ത്രെറ്റ് ആവാൻ പാടില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു പരിഹാരം കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ പരിഹാരം കണ്ടത് എങ്ങനെയാണ്? അവർ പറഞ്ഞു, ജയ്പൂർ രാജാവ് പൂജിച്ചുകൊണ്ടിരുന്ന ഒരു ശ്രീ ഗോപാൽജി എന്ന് പറഞ്ഞ ഒരു ദൈവമുണ്ട്, ഒരു വിഗ്രഹമുണ്ട്, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ഇഷ്ടദേവതയാണ്. അപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ ശ്രീ ഗോപാൽജിയാണ് ഇംഗ്ലണ്ടിലേക്ക് പോകുന്നത്, എൻ്റെ ശ്രീ ഗോപാൽജിയെ നോക്കുന്ന ആൾ എന്നുള്ള രീതിയിൽ, അദ്ദേഹത്തിൻ്റെ ഫോളോവർ എന്നുള്ള രീതിയിൽ രാജാവ് ചുമ്മാ ഫോളോ ചെയ്യുവാണെന്നുള്ള രീതിയിലാണ് അവസാനം രാജാവ് അവിടെ പോകുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും? ആദ്യം പോയി ഒരു പുതിയ കപ്പൽ കണ്ടുപിടിക്കും, ആരും ഉപയോഗിക്കാത്ത പരിശുദ്ധമായ കപ്പൽ കണ്ടുപിടിക്കും. പിന്നെ കുറേ പണ്ഡിതന്മാർ ജയ്പൂരിൽ നിന്ന് ബോംബെയിൽ പോയി ആ കപ്പലിനെ ഗോമൂത്രവും സാധനങ്ങളൊക്കെ ഒഴിച്ച് ശുദ്ധമാക്കും. പിന്നെ രാജാവ് എഴുന്നള്ളും ബോംബെയിലേക്ക്. എന്നിട്ട് അവരപ്പം പിന്നെ പഴയ പുരാണങ്ങളൊക്കെ നോക്കിയിട്ട് അവർ പറയുന്നത്, ശ്രീരാമൻ പണ്ട് ലങ്കയിലേക്ക് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇന്ന ചടങ്ങുകളാണ് ചെയ്തത്, അതേ ചടങ്ങുകൾ രാജാവ് ഇപ്പം ബോംബെയിൽ നിന്നുകൊണ്ട് ചെയ്യും. പിന്നെ അവർ ഈ കപ്പലായിരിക്കും 3-4 വലിയ വെള്ളി ഭരണികൾക്കകത്ത് ഗംഗാജലം കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം രാജാവിന് തോന്നുമ്പോഴൊക്കെ ഗംഗാജലം ഇട്ട് ശുദ്ധമാക്കാം, ഗംഗാജലം മാത്രം കുടിച്ചുകൊണ്ടാണ് വിദേശത്ത് പോകുന്നത്.
അപ്പം വിദേശത്തെ വെള്ളം കുടിക്കത്തില്ല, അപ്പം ബ്രഷ് ആവത്തില്ല. അന്നത്തെ ഗംഗാജലം കുറച്ചുകൂടി വൃത്തിയുള്ളതായിരിക്കും വിചാരിക്കും. ഡെഫിനറ്റ്ലി. പക്ഷെ പോയ വഴിക്ക് എവിടെയോ കടലിൽ കുറച്ച് പ്രശ്നം ഉണ്ടായപ്പോൾ അവരെന്ത് ചെയ്തു, കടലിലെ ദൈവത്തിന് പിടിച്ചില്ലെന്ന് പറഞ്ഞ് ഒരു ഭരണി എടുത്തങ്ങ് കടലിലേക്ക് ഒരു ഓഫറിംഗ് എന്നുള്ള രീതിയിൽ കൊടുത്തു. അത് എവിടെയോ മെഡിറ്ററേനിയൻ സീയുടെ അടിയിൽ ഇപ്പോഴും ആ വെള്ളി ഭരണി കിടപ്പുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് പക്ഷെ പോയത്. പക്ഷെ അൾട്ടിമേറ്റ്ലി പോകേണ്ടിടത്ത് ഉദ്ദേശിച്ച പോലെ തന്നെ പോകാൻ സാധിച്ചു. പക്ഷെ റിച്വലിനെ കുറച്ച് മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു പെർമിഷൻ ഉണ്ടാക്കി അതിനൊരു എക്സ്പ്ലനേഷൻ ഉണ്ടാക്കിയിട്ട് തിരിച്ചു വരികയും ചെയ്തു. അപ്പൊ രാജാവിന്റെ രോഗം തീർന്നത് പോലും ഗോപാൽ ദൈവത്തിന്റെ ബ്രിട്ടീഷ് രാജാവിന്റെ. പക്ഷെ ഇത് അവർ മാത്രമല്ല, നമ്മുടെ ഓർഡിനറി ലൈഫിലും ഞാൻ എപ്പോഴും കൊടുക്കുന്ന ഒരു എക്സാമ്പിളാണ്. എൻ്റെ അച്ഛൻ മരിച്ചപ്പം ആ റിച്വൽസ് ചെയ്ത പ്രീസ്റ്റ് പറഞ്ഞു എല്ലാ മാസവും പോയി ചില ചടങ്ങുകൾ ചെയ്യണം. പക്ഷെ ഞാൻ കേരളത്തിലല്ല താമസിക്കുന്നത്, അപ്പം എനിക്ക് എല്ലാ മാസവും പോയി ഇത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം അയാൾ പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ ചെയ്യാം, ആണ്ടിനൊരു സർക്കാർമം ചെയ്യില്ല, 1 year കഴിയുമ്പം ആ സമയത്ത് ആണ്ടിൻ്റെ കൂടെ നമുക്ക് 12 എണ്ണവും കൂടെ ചെയ്ത് ഒരു കോമ്പൻസേറ്ററി 13ാമത്തെയും കൂടെ ചെയ്ത് എക്സ്ട്രാ ചെയ്തിട്ട് ചെയ്യാം. EMS നമ്പൂതിരിപ്പാടിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫിയിൽ അദ്ദേഹം എഴുതുന്നുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ അവരുടെയൊക്കെ വീട്ടിലെ രാവിലെ പല 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 ദൈവങ്ങളുണ്ട്. അപ്പോൾ ഗുരുവായൂരപ്പനെ തൊഴും, മച്ചൽ ഭഗവതിയെ തൊഴും, അവിടുത്തെ പല അമ്പലങ്ങളിലെ ഭഗവതിമാരെ തൊഴും. പക്ഷേ ഒരു കോമ്പൻസേറ്ററി തൊഴിലുണ്ട്. ഇൻ കേസ് വല്ലവരും മിസ്സായി പോയാൽ അവർക്കും കൂടെ എന്നുള്ള രീതിയിൽ ഒരു ശാസ്ത്രാംഗം കൊണ്ട് ചെയ്തിട്ടാണ് സ്കൂളിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ചെയ്തുകൊണ്ടിരുന്ന, നമ്മൾ പറയും ഇത്രയും നൂറ്റാണ്ടായിട്ട് മാറാത്ത സംഭവമാണെന്ന്. പക്ഷേ യഥാർത്ഥത്തിൽ കൊച്ചു മാറ്റങ്ങൾ ചെയ്തുകൊണ്ടാണ് അതിന് ആ ഫ്ലെക്സിബിലിറ്റി വരുന്നത്, ഇൻ ഓർഡർ ടു സർവൈവ് ഫോർ ഓൾ ദിസ് ടൈം. എൻ്റെ ഹിന്ദുയിസത്തിനെ തന്നെ നോക്കിയാലും അങ്ങനെയാണ്, കോൺസ്റ്റന്റ് ട്രാൻസ്ഫോർമേഷനിൽ കൂടെയാണ് ഇത് അഡാപ്റ്റ് ചെയ്ത് സർവൈവ് ചെയ്ത് ഓരോ കാലത്തും അത് മുമ്പിലോട്ട് വരുന്നത്. സോ അങ്ങനെ ഇരിക്കുന്ന ഒരു ഹിന്ദുയിസം സോക്കോൾ നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ ട്രഡീഷനെ ചേഞ്ച് ചെയ്തൊക്കെ പവറും കൊണ്ടുപോകണം. പവറിൻ്റെ ആവശ്യമായിട്ടാണ് ചേഞ്ച് വരുന്നത്. ബ്രാഹ്മണിക്കൽ പവറിൻ്റെ ആവാം, അല്ലെങ്കിൽ രാജ അധികാരത്തിനാവും, ഇവിടെ ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ ആവാം. ഇങ്ങനെയൊരു ഹിന്ദുയിസം മാറിയ ഒരു സാഹചര്യത്തിലാണ് നമ്മളിരിക്കുന്നത്. പവർ ഹിന്ദുയിസത്തിൻ്റെ കൂടെയുണ്ട്, അത് ഹിന്ദുത്വ എന്നുള്ള രീതിയിൽ ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ട്. അവരുണ്ടാക്കുന്ന പവർ ചേഞ്ചസ്, അവരുണ്ടാക്കുന്ന കോൺട്രഡിക്ഷൻസ്, ഇതുപോലെയുള്ള റിച്വൽസിനെ ചിലതിനെ തിരിച്ചു കൊണ്ടിരുന്നു, ചിലത് അവർക്ക് ആവശ്യമായിട്ട് മാറ്റുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഹിന്ദു എന്ന് പറയുന്ന ഐഡിയയുടെ അല്ലെങ്കിൽ ആ ഐഡൻറ്റിറ്റിയുടെ ചരിത്രം അന്വേഷിക്കുന്നത് മനു. സോ വെദർ അതൊരു ഏതെങ്കിലും രീതിയിലൊരു പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ പിന്നീട് ഇപ്പം അതിനെക്കുറിച്ചുള്ള ഒരുപാട് സംവാദങ്ങൾ നടന്നു കഴിഞ്ഞു, എവിടെയെങ്കിലും അതൊരു വിമർശനമായിട്ടോ ഒക്കെ വന്നോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അല്ല, നമ്മളിതിൻ്റെ ഒരു ബ്രോഡ് ആർക്ക് നോക്കിയാൽ, go back to the time when Buddhists and Jains were around in the country as a powerful force. കേരളത്തിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, നമുക്ക് ഇപ്പോഴും അറിയാം അതിനകത്തിരിക്കുന്ന വിഗ്രഹങ്ങൾ ഒറിജിനലി ജെയിൻ വിഗ്രഹങ്ങളായിരുന്നു. പക്ഷേ now it's worshipped as Vishnu or whatever. അത് ആക്ച്വലി ഞാൻ ചോദിക്കാൻ ഇത് ഇവിടെ തന്നെ ചോദിക്കാം. ഒരു പക്ഷേ ഇപ്പോൾ നമ്മൾ ഇന്ത്യയിലെ 91 ആക്ടൊക്കെ നമ്മൾ തള്ളിക്കളിയാണ്, സുപ്രീം കോടതിയൊക്കെ വേറെ രീതിയിൽ തന്നെ ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ്. സോ ആരാധനാലയങ്ങളുടെ നിലനിൽപ്പ് 1947 അതുപോലെ നിൽക്കണം എന്ന് പറയുന്നത്. ഇവിടെ കേരളത്തിൽ ഏതെങ്കിലും കാരണവശാൽ കുറച്ച് ബുദ്ധിസ്റ്റുകൾ ശക്തിപ്പെട്ടിരുന്നെങ്കിൽ നമ്മുടെ എത്ര അമ്പലങ്ങൾ നമ്മൾ കുഴിക്കേണ്ടി വരുമായിരുന്നു? അതന്നെയല്ലേ, ശക്തിപ്പെടണം, അപ്പം എന്നാലല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ദാറ്റ്സ് എ തിങ്. ഇപ്പോഴത്തെ ഹിന്ദുത്വവാദികൾക്കും അതറിയാം, പൊളിറ്റിക്കൽ പവർ ഇസ് ഇമ്പോർട്ടൻറ്റ് ടു ഗെറ്റ് എനിത്തിങ് ഡൺ. ആ ഒരു ലോജിക്ക് തന്നെയാണ് ഇത് നടക്കുന്നത്. ക്ഷയിച്ചു പോയവർക്ക് ഒരിക്കലും അത് ആ സെയിം courtesy ആരും എക്സ്റ്റെൻഡ്, കാരണം യു ഡോണ്ട് ഹാവ് ദ പവർ. ഓൺലി ഇഫ് യു ഹാവ് ദ പവർ കൻ യു ഡു ഓൾ ദീസ് തിങ്സ്. അതപ്പം അതിൻ്റെ ഒരു ഗിവൻ ആയിട്ട് നമുക്ക് അംഗീകരിക്കാം. പക്ഷെ നമ്മൾ ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ആക്ക് വെച്ച് നോക്കിയാൽ ഓൾറെഡി നമുക്ക് കാണാം, പണ്ടത്തെ കാലത്ത് ശൈവരും വൈഷ്ണവരും തമ്മിൽ വലിയ വഴക്ക് കാണും. അതിൻ്റെ ലിറ്ററേച്ചറൊക്കെ ഉണ്ട്, തമിഴ് ഭക്തി സെയിൻസിൻ്റെ ഒക്കെ ലിറ്ററേച്ചറിൽ നമുക്ക് കാണാൻ പറ്റും. ശൈവന്മാരെ വൈഷ്ണവരെ കുത്തുന്നു, അവരിങ്ങോട്ട് വലുതൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു, അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ വെൻ യു കം ഫേസ് ടു ഫേസ് വിത്ത് എ ജെയിൻ ഓർ എ ബുദ്ധിസ്റ്റ്, ഇവർ രണ്ടുപേരും ഒരു ഗ്രൂപ്പായിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. കാരണം ദേ സ്റ്റിൽ ഹാവ് സംതിങ് ഇൻ കോമൺ കമ്പയർഡ് ടു ദ ജെയിൻ ആൻഡ് ദ ബുദ്ധിസ്റ്റ്. എല്ലാ റിലീജിയൻസും വേറെ ഒരു അല്ലെങ്കിൽ വേറെ ഒരു ഗ്രൂപ്പിന്റെ അഗേൻസ്റ്റ് ആണ് സെൽഫ് ഡെഫിനിഷൻ ഡിഫൈൻ ചെയ്ത് വരുന്നത്. അത് എല്ലാവർക്കും, ക്രിസ്ത്യാനികളും ജുഡയിസമും എല്ലാം ഉണ്ടായി വരുന്നത് ഹിസ്റ്റോറിക്കലി അങ്ങനെയാണ്. ഐഡന്റിറ്റി പോലും അങ്ങനെയാണ്. യു ഓൾവേസ് നീഡ് സംബഡി എൽസ്. ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് ഇത് ഞാൻ അല്ല എന്ന് കാണിക്കാനുള്ള, ദാറ്റ്സ് ദി ഓൺലി വേ ഐ കൻ സേ ഹു ഐ ആം. ഐ എം മനു ബിക്കോസ് ഐ എം നോട്ട് സുധീർ എന്നുള്ള ഒരു ലോജിക്കാണ് ദ ഫണ്ടമെന്റൽ ബേസിസ്. അപ്പം അങ്ങനെ യു ഫൈൻഡ് ദർ ഇസ് ദാറ്റ് ഒരു സീഡ് ഓഫ് എ കോമൺ ഐഡന്റിറ്റി ആ പണ്ടുകാലം മുതലേ ഉണ്ട്. പിന്നെ വരുന്ന ഒരു വലിയ ചാലഞ്ചാണ് ഇസ്ലാമിക് പവർ. ഇസ്ലാം അല്ല, കാരണം ഇസ്ലാം സൗത്ത് ഇന്ത്യയിൽ വന്നിട്ട് ഇറ്റ് വാസ് നോട്ട് സീൻ ആസ് എ ത്രെറ്റ്, ബിക്കോസ് അത് ലോക്കൽ കൾച്ചേഴ്സിലേക്ക് ലയിച്ച്, ലോക്കൽ രീതികളിലേക്ക് ലയിച്ച്, ഇറ്റ് ബിക്കെയിം പ്രാക്ടിക്കലി അനദർ സെക്ട് എന്നുള്ള രീതിയിലാണ്. ബിസിനസ് ഓറിയന്റേഷൻ മാത്രമല്ലേ ഉണ്ടായിരുന്നു, എക്കണോമിക്സ് വഴിയാണ് വന്നത്. പവറിനെ എഫക്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ പ്രത്യേകിച്ച് വന്നില്ല. വന്നെടുത്തും കോഴിക്കോട്ടൊക്കെ വന്നെടുത്തും ഇറ്റ് വാസ് വില്ലിംഗ്ലി ദാറ്റ് ദ പവർ വാസ് ഷെയർഡ്. സാമൂതിരിയുടെ കോർട്ടിലൊക്കെ അല്ല, അവർ സാമൂതിരിയുടെ കോർട്ടിലൊക്കെ ഇതൊരു പവർ ആവുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു, ഐ മീൻ സാമൂതിരിക്കൊക്കെ. പക്ഷേ മുസ്ലിംസ് ഒരു പവർഫുൾ സെഗ്മെന്റ് ഓഫ് ദ കോർട്ട് അത്രേ ഉണ്ടായിരുന്നു, ഡെഫിനറ്റ്ലി. ആൻഡ് സാമൂതിരി നീഡഡ് ദം ഓൾസോ.
പക്ഷെ നോർത്ത് ഇന്ത്യയിൽ അങ്ങനെയല്ല വരുന്നത്. നോർത്ത് ഇന്ത്യയിൽ ഇൻവേഷൻസ് ആയിട്ട് വരും, പിന്നെ യുദ്ധമായിട്ട് വരും, കുറേ ബ്ലഡ് ഷെയ്ഡ് ഉണ്ട്, പിന്നെ ആ പവർ സ്ട്രക്ചറിൽ മാറുന്നു. മുമ്പുള്ള ആ ഒരു ടോപ്പ് ലെവൽ ഓഫ് പവർ പോയിട്ട് അതിന് അടിയിലിരിക്കുന്ന എപ്പോഴും ഹിന്ദുസ് ആണ്, പക്ഷേ ആ ടോപ്പ് ലെവലിൽ ഇസ്ലാമിക് പവർ വരുന്നു, സുൽത്താൻസ് വരുന്നു, പുതിയൊരു വേൾഡ് വ്യൂ വരുന്നു. അവിടെയാണ് നമുക്ക് കുറെ കൂടി ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ചാലഞ്ച് കാണാൻ പറ്റുന്നത്. ഒരു നെഗറ്റീവ് കോണോട്ടേഷൻ ഓഫ് റിലീജിയസ് ഐഡന്റിറ്റി അവിടെയാണ് ഒറിജിനലി കാണാൻ പറ്റുന്നത്. അപ്പോൾ ഓൾറെഡി ബീഹാറിൽ ജനിച്ച വിദ്യാപതിയുടെ എനിക്കൊന്ന് 14th century റൈറ്റിംഗ്സ് ആണ്, കബീർ റൈറ്റിംഗ്സ് ഉണ്ട്, ഏക്നാഥിന്റെ റൈറ്റിംഗ്സിലുണ്ട്. അങ്ങനെ പല പല ലോക്കൽ റീജിയണൽ ഫിഗേഴ്സിന്റെ ഒക്കെ റൈറ്റിംഗ്സ് നോക്കിയാൽ യു സി എ ബൈഫിക്കേഷൻ, ഹിന്ദു വേഴ്സസ് തുർക്ക്. തുർക്ക് എന്ന് പറഞ്ഞാൽ ടർക്ക് വിച്ച് ഇസ് ഈക്വൽ ടു മുസ്ലിം. മുസ്ലിം എന്നുള്ള ഒരു വേർഡാണ് ടർക്ക്. അവർ നമ്മളെ ഹിന്ദു എന്ന് വിളിച്ച പോലെ നമ്മൾ അവരെ തുർക്ക് എന്ന് വിളിക്കുന്ന ഒരു. അപ്പോൾ ക്രിസ്ത്യൻ ഇല്ലല്ലോ ഇവിടെ, അത്രയും സംഖ്യയിലില്ലാത്തതുകൊണ്ട് that's not seen. they are not mentioning it. They are not mentioning it in any serious way. അപ്പോൾ ഹിന്ദു ആൻഡ് തുർക്ക് എന്നുള്ള രണ്ട് ബ്രോഡ് കാറ്റഗറീസ് കാണുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇതൊരു കമ്മ്യൂണൽ, ഇപ്പം നമ്മൾ കാണുന്ന പോലെ ഒരു മെജോറിറ്റേറിയൻ ലോജിക് അല്ല. ഒരു ബ്രോഡ് ലേബൽ ഉണ്ട്, പക്ഷെ ആ ലേബലിനുള്ളിൽ തന്നെ പല 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 ലേബൽസ് ഉണ്ട്. ഇപ്പം ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി തന്നെ എടുത്താൽ കേരളത്തിലെ മാട്രിലിനിയൽ അറക്കൽ കുടുംബം പോലെ അല്ല ഭോപ്പാലിലെ നവാബ്സിൻ്റെ ഫാമിലി. അവരുടെ റിച്വൽസിൽ വ്യത്യാസമുണ്ട്, രീതികളിൽ വ്യത്യാസമുണ്ട്. 1940s ജിന്നയുടെ ഓർഡറിൽ മുസ്ലിം ലീഗിൻ്റെ ഒരാൾ കശ്മീരിൽ പോയി കശ്മീരി മുസ്ലിംസിനെ ലീഗിൻ്റെ ഭാഗമായിട്ടാക്കാൻ. അപ്പോൾ ആ സമയത്ത് ഹി കെയിം ബാക്ക് വിത്ത് റിപ്പോർട്ട് സെയിങ് ദാറ്റ് ഇവരൊന്നും മുസ്ലിംസേ അല്ല, ഇവരുടെ രീതികളൊക്കെ കണ്ട ഇവരെ ആരെങ്കിലും പോയി ഇസ്ലാം പഠിപ്പിക്കണം എന്നുള്ള ഒരു തോന്നലോടെയാണ് അയാൾ തിരിച്ചു വന്നത്. കാരണം അവിടുത്തെ ഇസ്ലാം വാസ് സോ ലോക്കൽ, ഇറ്റ് വാസ് സോ ലോക്കലൈസ്ഡ് ദാറ്റ് സെൻട്രൽ ഇന്ത്യ എന്ന് പോകുന്ന ഒരു എലീറ്റ് അപ്പർ കാസ്റ്റ് മുസ്ലിമിന് അത് കണ്ടപ്പം വിശ്വസിക്കാൻ വയ്യത് ഇത് ഇസ്ലാം തന്നെയാണെന്ന്. അപ്പോൾ ഇതിനുള്ളിൽ തന്നെ കുറേ വ്യത്യാസങ്ങളുണ്ട്, പക്ഷെ ഒരു ടു ബ്രോഡ് ലേബിൾസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ഈ ക്രിസ്ത്യൻ മിഷണറീസും ക്രിസ്ത്യാനിറ്റിയായിട്ട് ആൻഡ് കൊളോണിയലിസമായിട്ടുള്ള ഒരു എക്സ്പോഷർ. അവിടെയും പോർച്ചുഗീസിനെയൊക്കെ നോക്കിയാൽ ദർ ഇസ് എ സർട്ടൻ എമൗണ്ട് ഓഫ് വയലൻസ് എറ്റ്സെട്ര ദാറ്റ് ദേ അൺലീഷ് ഇൻ ഗോവ. അപ്പോൾ അതിൻ്റെ ഒരു റെസ്പോൺസ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി വാട്ട് ചേഞ്ചസ് ദ ഗെയിം ഇസ് ദ മോഡേൺ പീരീഡ്. കാരണം മോഡേൺ പീരീഡിലാണ് ടെക്നോളജി വരുന്നത്, ലോകം ചുരുങ്ങാൻ തുടങ്ങുന്നു, ഇന്ത്യ തന്നെ ചുരുങ്ങാൻ തുടങ്ങുന്നു. ഇൻ ദ സെൻസ് ദറ്റ് പണ്ടൊക്കെ മാസങ്ങളെടുത്ത് യാത്ര ചെയ്ത് വലിയ ബുദ്ധിമുട്ടിലാണ് നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകേണ്ടത്, ആരും പോകത്തില്ല അതുകൊണ്ട്. പക്ഷേ റെയിൽവേസ് വരുന്നു, റോഡ്സ് വരുന്നു, ടെലിഗ്രാഫ് വരുന്നു, യു ആർ ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ്, പ്രിന്റിംഗ് പ്രസ് വരുന്നു. അപ്പം കുറെ കൂടെ സൊളിഡിഫൈഡ് ഉള്ള ഐഡന്റിറ്റീസ് ഉണ്ടായി വരാനുള്ള സന്ദർഭമാണ് നമുക്ക് കിട്ടുന്നത്. ആ സമയത്ത് എല്ലാവരും കോണ്ടെക്സ്റ്റാണ് ഇമേജ് ചെയ്യുന്നത്. ഈ ടെക്നോളജീസ് ഇല്ലായിരുന്നെങ്കിൽ ദിസ് വുഡ് നോട്ട് ഹാവ് ഹാപ്പൻഡ്. ഇത് നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ കാലത്തും കാണുന്നുണ്ട്. ലിബറലൈസേഷന് ശേഷമാണ് കുറേ ഒരു ഫ്ലവറിംഗ് ഓഫ് മിഡിൽ ക്ലാസ് റിലിജിയോസിറ്റി ആവുന്നത് ഇന്ത്യയിൽ. പീപ്പിൾ ബിക്കം മച്ച് മോർ അവെയർ ഓഫ് ദ റിലിജൻ. ലിബറലൈസേഷൻ വഴി നിങ്ങളുടെ എക്കണോമിക് പ്രോസ്പെരിറ്റി കൂടുന്നു, ആൾക്കാർക്ക് ഡിസ്പോസബിൾ ഇൻകം കൂടുന്നു. അതുകൊണ്ട് തന്നെ പീപ്പിൾ ഹാവ് എ ഗ്രേറ്റർ സെൻസ് ഓഫ് വാട്ട് ഇസ് മൈ കൾച്ചർ, ലെറ്റ് മീ ഫ്ലോണ്ട് മൈ റിലിജൻ എന്നുള്ള ഒരു തോന്നൽ വരുന്നു. സോ യു സ്റ്റാർട്ട് സ്പോൺസറിങ് റിലീജിയസ് ആക്ടിവിറ്റീസ്, ടെമ്പിൾസ്, മേക്കിംഗ് ഡൊണേഷൻസ്, ഓൾ ഓഫ് ദോസ് തിങ്സ്. ആൻഡ് ഇപ്പോഴത്തെ ഡിസ്ട്രപ്ഷനാണ് ഇന്റർനെറ്റ് ഏജിലാണ് ഏറ്റവും കൂടുതൽ പോളറൈസേഷൻ നടക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും ഈ ടെക്നോളജി വരുമ്പം സംഹൗ ഇറ്റ്സ് ഗോയിങ് ടു മൂവ് മോർ ആൻഡ് മോർ പ്രോഗ്രസീവ്ലി, പക്ഷെ നോട്ട് നെസസറിലി ഓൾവേസ്. ടെക്നോളജി ക്യാൻ ഓൾസോ ബിക്കം a medium or a vehicle for so-called other forces or regressive forces to become stronger. അപ്പോൾ അതാണ് ഓരോ പീരീഡിലും നടക്കുന്നത്. സോ ഹിന്ദു ഹിന്ദു എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി ഉണ്ടാവുന്നതിൽ, നിർമ്മിച്ചെടുക്കുന്നതിൽ സ്വാധീനങ്ങളെക്കുറിച്ചാണ് പുതിയ പുസ്തകം പറയുന്നത്. അതിൽ കൊളോണിയലിസം പറയുന്നുണ്ട്, മിഷണറീസ് പറയുന്നുണ്ട്, ഇൻറ്റൻഷനലി എന്ന് പറഞ്ഞു, പക്ഷേ മുസ്ലിം ഇൻഫ്ലുവൻസ് പറഞ്ഞിട്ടില്ല. അതൊരു പുസ്തകത്തെക്കുറിച്ചുള്ള ചില വിമർശനമായിട്ട് പലയിടത്തും ഞാൻ കണ്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഇപ്പം മനു പറഞ്ഞതിൽ തന്നെ ദ അതർ എന്ന് പറയുന്ന ആ പ്ലേസിങ് നടന്നത് ഇസ്ലാമിനെ നിർത്തിക്കൊണ്ടാണ്. പക്ഷെ എന്തുകൊണ്ടാണ് പുസ്തകത്തിൽ അത്? കാരണം അത് വേറൊരു പീരീഡിലാണ് നടക്കുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി 600 പേജുള്ള പുസ്തകമാണ്. അതും കൂടെ ഞാൻ ചേർത്തിരുന്നെങ്കിൽ ഇതൊരു 1000 പേജ് ആയിരുന്നു. ദാറ്റ് റിക്വയർസ് എ ഡിഫറെൻറ്റ് സ്റ്റഡി. കാരണം അതൊരു ഡിഫറെൻറ്റ് പീരീഡിൽ ഈ പറഞ്ഞ ടെക്നോളജീസ് ഒന്നും ഇല്ല, പ്രിന്റിംഗ് ഇല്ല, കമ്മ്യൂണിക്കേഷൻ ഇല്ല, അതൊക്കെ നടക്കുന്ന വേറൊരു സന്ദർഭത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു എൻകൗണ്ടറിലും ചില വ്യത്യാസങ്ങളുണ്ട്. സോ ഞാൻ എല്ലാ ടോക്സിലും പറയുന്നുണ്ട് ദാറ്റ് ആക്ച്വലി ഡിസേർവ്സ് എ ഡിഫറെൻറ്റ് ബുക്ക്. അത് ഞാൻ എഴുതുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ അതിനുള്ള മെറ്റീരിയൽ ഐ ഡെഫിനറ്റ്ലി കെയിം അക്രോസ്. പക്ഷേ ഈ നമ്മൾ എപ്പോഴും ഒരു സബ്ജക്റ്റിലേക്ക് പോകുമ്പോൾ ഞാൻ കൂടുതലും ഈ മോഡേൺ പീരീഡിനെ നോക്കിക്കൊണ്ടാണ് പോകുന്നത്. അപ്പം മോഡേൺ പീരീഡിൽ ഇറ്റ് ഇസ് കൊളോണിയലിസം ആൻഡ് ക്രിസ്ത്യാനിറ്റി ദാറ്റ് പ്ലേഡ് മച്ച് മോർ ഓഫ് എ റോൾ ഇൻ ഡിഫൈനിങ് ദ ടെംപ്ലേറ്റ് ഫോർ ഹിന്ദുയിസം. പക്ഷേ നമ്മളതിൻ്റെ ഒരു ബ്രോഡ് ആക്കി നോക്കിയാൽ യെസ്, ഇസ്ലാം പ്ലേഡ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. ഈ സ്പെസിഫിക് മോഡേൺ പീരീഡിൽ ഇസ്ലാം വാസ് പ്ലേയിങ് എ ഗ്രേറ്റർ റോൾ ദാൻ ദ ക്രിസ്ത്യൻ, ഐ ഡോണ്ട് നോ എന്ന് പറയാൻ പറ്റത്തില്ല. അതാണ് അഡ്രസ് ചെയ്യുന്നത്. അതാ സെൻസസ് വന്നതിന് ശേഷം യെസ്, അത് ഞാൻ അവസാനത്തെ ചാപ്റ്റേഴ്സിൽ പറയുന്നുണ്ട്. സാവർക്കറുടെയും പറ്റിയൊക്കെ പറയും, ഐ റിഫർ ടു ദാറ്റ്. പക്ഷെ ഞാൻ പറഞ്ഞ ബ്രോഡ് ആർക്ക് ദാറ്റ് ഇനിഷ്യൽ എൻകൗണ്ടർ ഓഫ് എ ഹിന്ദു വേഴ്സസ് ദ ടർക്ക്, അത് നടക്കുന്ന മിഡീവൽ പീരീഡിലാണ്, 13th century 14th century ആ കാലത്താണ്. അപ്പൊ ദിസ് ഇസ് എ ബുക്ക് ദാറ്റ് ബിലോങ്സ് ദാറ്റ് സിറ്റ്സ് ഇൻ എ വെരി ഡിഫറെന്റ് പീരീഡ്. അപ്പം
ഇതിനകത്ത് അതും കൂടെ ചേർത്തായിട്ട് ബിൻ സ്ലൈറ്റ്ലി അൺവീൽഡി. ഓക്കെ, അതെനിക്ക് മനസ്സിലായി. അവിടെ വേറൊരു ചോദ്യം വെച്ച് മുസ്ലിം റൂൾ ഇൻ ഇന്ത്യ ഒരുപാട് കാലത്തുണ്ടായിരുന്നു, വലിയ പവർഫുൾ ആയിരുന്നു. ആ സമയത്ത് എന്തുകൊണ്ടാണ് ഹിന്ദു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടാതെ ഏതെങ്കിലും രീതിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ, അല്ലാതെ എന്തുകൊണ്ടാണ് അല്ല, സംഭവം ക്രിയേറ്റ് ചെയ്ത് പറ്റിട്ടുണ്ട്. ഈവൻ ആ പീരീഡിൽ? ആ പീരീഡിലുണ്ട്. അതല്ലേ പറഞ്ഞ ഏക്നാഥിന്റെ ഹിന്ദു തുർക്ക് സംവാദ് എന്ന് പറയുന്ന ടെക്സ്റ്റ്. ഏത് പീരീഡ് അത്? അത് ഏക്നാഥ് ചെയ്ത 1600s late 1500s 16 ആണെന്ന് തോന്നുന്നു. അപ്പം ആ കാലത്ത് നോക്കിയാൽ 10-600 വർഷം എന്ന് പറയാം. ആ കാലത്ത് ഹിന്ദു തുർക്ക് സംവാദം നോക്കിയാൽ ഒരു ഹിന്ദുവും ഒരു മുസ്ലിമും തമ്മിൽ കളിയാക്കുവാണ്. അപ്പോൾ ഒരു ഹിന്ദുയുടെ മുസ്ലിം ബ്രാഹ്മണനെ നോക്കി പറയും, ഇയാളുടെ വേദങ്ങൾ എഴുതി വെച്ചേക്കുന്ന എല്ലാം നുണയാണ്, ഇയാൾ പശുവിനെ വേർഷിപ്പ് ചെയ്യുന്നുണ്ട്, സന്യാസികളുടെ മുമ്പിൽ കുനിയുന്നുണ്ട്, വിഗ്രഹത്തിനെ പൂജിക്കുന്നു, വിഗ്രഹമൊക്കെ ചുമ്മാ കല്ലല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങോട്ട് കുറേ കളിയാക്കും. അപ്പോൾ അതിന് ഹിന്ദു തിരിച്ച് ഇങ്ങോട്ട് കുറേ കളിയാക്കും. ഖുറാനിൽ എഴുതിയ കാര്യങ്ങളൊന്നും അല്ല നിങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ഇസ്ലാമിക് പ്രിൻസിപ്പിൾസ് ഒന്നും നിങ്ങൾക്ക് അറിഞ്ഞുകൂടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് ഒരു കളിയാക്കലുണ്ട്. അപ്പോൾ യു ക്യാൻ ഓൾറെഡി സീ എ ടെൻഷൻ. അവസാനം ആ കഥയിൽ ഏക്നാഥ് ചെയ്യുന്ന എന്തോ, ഇവർ രണ്ടുപേരും അവസാനം റീച്ച് എ കൺക്ലൂഷൻ സെയിങ്, ഇത് രണ്ടും ഒരേ ഭഗവാൻ ദൈവത്തിലേക്കുള്ള രണ്ട് വഴികൾ എന്നുള്ള രീതിയിൽ അവർ ഫ്രണ്ട്സ് ആയിട്ടാണ് എൻഡ് ചെയ്യുന്നത്. പക്ഷെ തുടക്കം വഴക്കിലാണ്. സോ യു ക്യാൻ ഓൾറെഡി സീ ഏക്നാഥ് ഇസ് ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ് സംതിങ് ഇൻട്രസ്റ്റിംഗ്. വഴക്കുമുണ്ട്, പക്ഷെ നമ്മളതിനെ ഇങ്ങനെ ചാനൽ ചെയ്യണം എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്കാണ് ഏക്നാഥ് അതിനെ കൊണ്ടുവരുന്നത്. അതിൻ്റെ അർത്ഥം 10-600 വർഷം മുമ്പ് ഹി കുഡ് ഓൾറെഡി സീ സം കൈൻഡ് ഓഫ് എ ബൈഫിക്കേഷൻ. കബീറിൻ്റെ പോയിട്രി നോക്കിയാൽ സിമിലർ. കബീർ പറഞ്ഞുകൊണ്ട് ഹിന്ദുവിന് പറഞ്ഞുകൂടാ, ടർക്കിന് പറഞ്ഞുകൂടാ, ഞാൻ പറഞ്ഞു തരാം ദ വേ ടു ഗോഡ് എന്നൊക്കെ ചില റൈറ്റിംഗ്സ് ഉണ്ട്. സോ ഹീസ് ഓൾസോ അക്നോളജിങ് ദാറ്റ് ദെർ ആർ 2 മേജർ ക്യാമ്പ്സ് അല്ലെങ്കിൽ 2 മേജർ സൈഡ്സ് ഇൻ ദിസ് ഡിബേറ്റ്. അപ്പോൾ അവിടെ ഒരു ഇംപ്ലിസിറ്റ് പ്രസൻസ് ഓഫ് ദ ഹിന്ദു ആൻഡ് ദ മുസ്ലിം ഇസ് ദെയർ ആസ് ബ്രോഡ് കമ്മ്യൂണിറ്റീസ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ അന്നത്തെ കാലത്ത് ഈ സെൻസസ് ഇല്ല, മെജോറിറ്റേറിയനിസമിൻ്റെ ഒരു കോൺസെപ്റ്റ് ഇല്ല, ഈ പ്രോവിൻസസ് എല്ലാം ഇങ്ങനെ ഒരുമിച്ച് കിടക്കുവല്ല, പൊളിറ്റിക്കൽ യൂണിറ്റി ഇല്ല, ഡൈവേഴ്സ് ആയിട്ട് കിടക്കുവാണ്. അതുകൊണ്ട് ഈ ടെക്നോളജി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇറ്റ് വാസ് നെവർ ഏബിൾ ടു ബിക്കം സം കൈൻഡ് ഓഫ് എ ബ്രോഡ് ബേസ് ലേബിൾ. ടെക്നോളജിയും മറ്റ് സന്ദർഭം ഉണ്ടായി വരുമ്പോഴാണ് ഈ എക്സിസ്റ്റിംഗ് ഇൻഗ്രീഡിയൻസിനെ വെച്ചുകൊണ്ട് ഇപ്പോഴത്തെ കമ്മ്യൂണൽ ഐഡന്റിറ്റീസ് ഉണ്ടായി വരുന്നത്. സോ ദ കൊളോണിയൽ ഇൻഫ്ലുവൻസ്, ക്രിസ്ത്യൻ ഇൻഫ്ലുവൻസ്, മിഷണറീസും കൊളോണിയലിസും വന്നപ്പോഴാണ് ആ ഹിന്ദു ഐഡന്റിറ്റി കുറെ കൂടി സ്ട്രോങ്ങർ ആയത്. മനു പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട്, എനിക്ക് തോന്നുന്നു അതുകൂടി പറയാവുന്നത്. 4 ബ്രൗൺ ആളുകൾ ചേർന്നാൽ ഒരു വൈറ്റ് വന്നപ്പോൾ അതെ, വിച്ച് ഇസ് ദാറ്റ് ഇപ്പം 4 കറുത്തവർ ഒരു മുറിയിൽ ഇരിക്കുവാണ്, ആൻഡ് അവർ തമ്മിൽ വഴക്കും കാണും, രണ്ടേയും കാണും, എല്ലാം കാണും, ആൻഡ് യു മേ നോട്ട് സീ ഈച്ച് അതർ എസ് പാർട്ട് ഓഫ് ദ സെയിം ഐഡന്റിറ്റി. പക്ഷെ ഒരു വെള്ളക്കാരൻ ആ മുറിയിലേക്ക് വരുമ്പം എല്ലാവരും ഇരുന്ന് നോക്കൂ, ഇതെന്തോ വ്യത്യാസം ഉണ്ടല്ലോ എന്ന്. വെള്ളക്കാരൻ്റെ കയ്യിൽ ഒരു വടിയും കൂടെ ഉണ്ടെങ്കിൽ then you're like, okay, this is an aggressive person. And ആ സമയത്ത് you start realizing that your shared skin color is a way of articulating a new form of identity. അതിൻ്റെ അർത്ഥം അവരിതിന് മുമ്പ് ബ്രൗൺ ആയിരുന്നു, they were still brown people before. പക്ഷെ brownness becomes a means to mobilize when they come face to face with a white man or somebody different from them. അത് എല്ലാ കൾച്ചേഴ്സിനും അങ്ങനെയാണ് നടക്കുന്നത്. When you see something different is when you unite. അത് ഇറ്റ്സ് എ നാച്ചുറൽ ഫിനോമിനൻ. സോ ഒരു എക്സ്റ്റേണൽ അത്തരം ഫോഴ്സസ് ഇപ്പം ഇന്ത്യയിൽ പ്രവർത്തിക്കാത്തത് കൊണ്ട് ഇൻസൈഡുള്ള അതറിനെ ഉണ്ടാക്കുകയാണ് ഇന്നത്തെ ഹിന്ദുത്വ, അല്ലെ? അതിൻ്റെ ബിക്കോസ് ഇറ്റ് നീഡ്സ് എൻ അതർ. എപ്പോഴും ഒരു അതർ ഇല്ലാതെ ഇതിനെ സർവൈവ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഒരു അതർ വേണം. അതുകൊണ്ട് തന്നെ ഇതിന്റെ പേരിൽ ഇതിങ്ങനെ മുമ്പിലോട്ട് പോയിക്കൊണ്ട് കുറച്ച് നമുക്ക് ഈ കൊളോണിയൽ ഇൻഫ്ലുവൻസിനെ കുറിച്ച് പറയാമോ? എങ്ങനെയാണ് ഈ ഹിന്ദു ഇതിലേക്ക് ബ്രിട്ടീഷുകാർ എങ്ങനെയാണ് അതിനെ കണ്ടതും ബ്രിട്ടീഷുകാരുടെ വരവിനെ എങ്ങനെയാണ് ഇവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റി കണ്ടത്? അതൊന്നും. അപ്പോൾ ആദ്യം യൂറോപ്യൻസ് ഇന്ത്യയിലേക്ക് വരുമ്പം ദി ഹാഡ് ഓൾ കൈൻഡ്സ് ഓഫ് സ്ട്രേഞ്ച് ഐഡിയാസ് അബൌട്ട് ഇന്ത്യൻസ്. ഒന്ന്, ഇവിടുത്തെ ആൾക്കാരെ പറ്റി തന്നെ കുറേ സ്ട്രേഞ്ച് ഐഡിയാസ് ആദ്യം വന്നവർക്കുണ്ടായിരുന്നു. നമുക്ക് 3 കണ്ണുണ്ടെന്നും തലയില്ലാത്ത പട്ടിയുടെ തലയുള്ള ആൾക്കാരുണ്ടെന്നും ഒക്കെ അങ്ങനത്തെ ചില വീട്ടിക്കഥകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ വന്ന് കണ്ടപ്പം ദേ വർ ലൈക്ക്, ഓക്കെ, ദീസ് ആർ ജസ്റ്റ് നോർമൽ ബ്രൗൺ പീപ്പിൾ. പക്ഷേ ഇവിടുത്തെ റിലീജിയസ് പ്രാക്ടീസസ് കണ്ടപ്പം ഒരു കൗതുകവും ഉണ്ട്, ഒരു ഡിഗ്രി ഓഫ് ഹൊററും ഉണ്ട്. അപ്പം അമ്പലങ്ങളിൽ പോകുമ്പം ദേ വുഡ് ലുക്ക് അറ്റ് ഡെയിറ്റീസ് ആൻഡ് സേ ഇതെല്ലാം ശകുത്താൻ്റെ രൂപങ്ങളാണ്, ഇതൊന്നും ദൈവമല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ കൂടാണ് അവർ വരുന്നത്. അത് കുറ്റമായിട്ട് പറയുമല്ല, കാരണം അവരുടെ കാഴ്ചപ്പാടിൽ ദൈവം ഹാസ് കം ടു ദെം ഇൻ ദ ഫോം ഓഫ് ക്രിസ്ത്യാനിറ്റി ആൻഡ് ദ ബൈബിൾ ആൻഡ് ത്രൂ ജീസസ്. അപ്പോൾ അതാണ് ദൈവം. അപ്പോൾ ഈ കാണുന്ന എല്ലാം കാൺട്ട് ബി ദൈവം, ബിക്കോസ് ദേ ഹാവ് ദൈവം, ദിസ് ഇസ് ടു ബി സംതിങ് എൽസ്. ഡി ഫാക്ടോ ഇത് വേറെ എന്തോ ആണ്. അപ്പോൾ അവരുടെ ഒരു വേൾഡ് വ്യൂവിൽ ഇതെല്ലാം ചെകുത്താനാണ്. ദൈവം നമ്മുടെ സൈഡിലായതുകൊണ്ട് ഇതെല്ലാം നാച്ചുറലി സേറ്റൻ്റെ ഫോംസ് ആണെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് അവർ വരുന്നത്. അപ്പം അവരുടെ ഒരു ഇൻറ്റൻഷൻ ദെൻ ഇസ് വി ഷുഡ് ടേക്ക് ദ ബൈബിൾ ഔട്ട് ടു ദ ഹിന്ദുസ് ആൻഡ് ദേ വിൽ കൺവേർട്ട് ആൻഡ് ദേ വിൽ സീ ദ ലൈറ്റ് ഓഫ് ഗോഡ്. പക്ഷേ ഇൻ റിയാലിറ്റി ഇവിടെ വരുമ്പം അങ്ങനെ കൺവേർഷന് വലിയ ആപ്റ്റിറ്റ്യൂഡൊന്നും ആരും കാണിക്കത്തില്ല, അങ്ങനെ വലിയ ഇൻട്രസ്റ്റ് ഒന്നും കൺവേർഷനിലേക്ക് കാണിക്കുന്നില്ല. അപ്പം ദെൻ ദേ ഹാവ് ടു സ്റ്റാർട്ട് ചേഞ്ചിങ് ദ വേ. അപ്പം ഇതിനകത്ത് ആദ്യത്തെ ചാപ്റ്ററിൽ തന്നെ 2 ഉദാഹരണം കൊടുക്കുന്നത്, പോർച്ചുഗീസ് ഭരിക്കുന്ന ഗോവയിൽ വളരെ അഗ്രസീവായിട്ടാണ് അവർ ആദ്യം ബിഹേവ് ചെയ്യുന്നത്. അപ്പം അമ്പലങ്ങൾ പൊട്ടിക്കുന്നുണ്ട്, മൂർത്തികൾ പൊട്ടിക്കുന്നുണ്ട്, ദൈവങ്ങളൊക്കെ ഗോവ വിട്ട് അന്യനാടുകളിലേക്ക് എക്സൈൽസ് ആയിട്ട് പോയതുണ്ട്,
പേരുകൾ. സോ വെൻ യു കൺവേർട്ട് യു ടു ഗിവ് അപ്പ് യുവർ നെയിം, യു ടു ഹാവ് എ യൂറോപ്യനൈസ്ഡ് നെയിം. ഹാബിറ്റ്സ് അത് മാറണം. ലോക്കൽ മ്യൂസിക് പാടില്ല, ലോക്കൽ കുപ്പായം പാടില്ല. അങ്ങനെ ലോക്കൽ കൾച്ചറിനെ തന്നെ മാറ്റി ഒരു ക്രിസ്ത്യനൈസിങ് മാത്രമല്ല ഒരു യൂറോപ്യനൈസേഷനും കൂടെയാണ് പോർച്ചുഗീസ് ആദ്യം ശ്രമിക്കുന്ന ഗോവയിൽ. അത് പക്ഷേ ഇറ്റ് ഹാസ് സർട്ടൻ ലിമിറ്റ്സ്. പിന്നെ ഈ മിഷണറീസ് ഇൻ ടു ഇന്ത്യ വരുമ്പം, ഇൻലൻഡിലേക്ക് വരുമ്പം അവിടെ നിന്നും പോർച്ചുഗീസ് അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ഗവൺമെന്റിന്റെ സപ്പോർട്ടില്ല, അവിടെ ഹിന്ദു രാജാക്കന്മാരാണ് ഭരിക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ യു കാൺട്ട് പുഷ് യൂറോപ്യനൈസേഷൻ, യു ഹാവ് ടു ചേഞ്ച്. അപ്പം മധുരൈ പോകുന്ന മിഷണറീസ് വേറെ ഒരു രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. അവരെന്ത് ചെയ്യും, ഇൻസ്റ്റെഡ് ഓഫ് മേക്കിംഗ് ദ കൺവേർട്ട് ബിക്കം എ യൂറോപ്യൻ സ്റ്റൈൽ പേഴ്സൺ, ദേ ബിക്കം ഹിന്ദുവൈസ്ഡ്. അപ്പം റോബർട്ടോ ഡോയ് നൊബിലി പോലത്തെ 17ാം നൂറ്റാണ്ടിൽ 1700s മധുരയിൽ പോയ ഇറ്റാലിയൻ മിഷണറിയാണ്, കാത്തലിക് ആണ്. പക്ഷെ അയാൾ എന്ത് ചെയ്യും, അയാൾ കൺവേർട്സിനോട് പറയാം, അയാൾ ബ്രാഹ്മണനല്ലോ, കൺവേർഷൻ കഴിഞ്ഞും പൂണൂല് വെച്ചോ, അതിലൊരു ചെറിയ കുരിശും കൂടി ഇട്ടാൽ മതി, അപ്പം യുവർ എ ബ്രാഹ്മിൻ ക്രിസ്ത്യൻ. അദ്ദേഹം തന്നെ കാവി ഉടുത്ത് തുടങ്ങുന്നു. ഇലയിൽ, തറയിലിരുന്ന ഇലയിലാണ് വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നു. ആ വെജിറ്റേറിയൻ ഭക്ഷണം കുക്ക് ചെയ്യുന്ന ആരാണ്, ബ്രാഹ്മിൻസിനെ വെച്ചാണ് കുക്ക് ചെയ്യുന്നത്. അത് നാടകം മാത്രമല്ല, ഹി ആക്ച്വലി ഗോസ് ടു ഗോവ അറ്റ് വൺ പോയിന്റ് അദ്ദേഹത്തിന്റെ സുപ്പീരിയേഴ്സിനെ കാണാൻ. എൻ്റെ ആ സുപ്പീരിയേഴ്സിന്റെ ഡൈനിങ് ടേബിളിൽ ഇരിക്കത്തില്ല, കാരണം ഹി സേസ് നിങ്ങളൊക്കെ പറങ്കികളാ, ഐ എം എൻ ഇറ്റാലിയൻ ബ്രാഹ്മിൻ, അതുകൊണ്ട് ഇവിടുത്തെ ബ്രാഹ്മിൻസിനെ പോലെ ഞാൻ ബിഹേവ് ചെയ്യത്തുള്ളൂ എന്ന് അവിടുത്തെ ഒരു രീതിയിൽ വരുന്നു. സോ അവിടെ ദ വേ ക്രിസ്ത്യാനിറ്റി ഒരു ഡിഫറെൻറ്റ് രൂപത്തിലാണ് നടന്നത്. ഇപ്പോഴും തമിഴ്നാട്ടിൽ യു വിൽ ഫൈൻഡ് ക്രിസ്ത്യൻ ഫാദേഴ്സ് ഹു വെയർ സാഫ്രൻ റോബ്സ്, നെറ്റിക്ക് ടീക്ക വെക്കും, അമ്പലത്തിൽ ആർത്തി എന്ന പോലെ ആർത്തി ചെയ്യും. അങ്ങനത്തെ ഒരു സെറ്റ് ഓഫ് രീതികളുണ്ട്. ദർ ആർ ഈവൻ ഷ്രൈൻസ് ടു ക്രിസ്ത്യൻ സെയിൻസ്. അവിടെ ആടിനെയൊക്കെ നമ്മൾ ദേവികൾക്ക് ചില മൃഗബലി ചെയ്യുന്ന പോലെ ഈ ക്രിസ്ത്യൻ സെയിൻസിനും മൃഗബലി ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് ചില ക്രിസ്ത്യൻ ഷ്രൈൻസിലൊക്കെ. അപ്പം ആൻഡ് ദീസ് കൺവേർട്ട് ക്രിസ്ത്യൻസ് കണ്ടിന്യൂ ടു പ്രേ ടു ഹിന്ദു ഗോഡ്സ്. അപ്പം ലോക്കൽ ഡെയിറ്റീസ്, ലോക്കൽ ടെമ്പിൾ കസ്റ്റംസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു ട്രഡീഷനും കൂടെ ഉണ്ട്. അപ്പോൾ രണ്ട് സന്ദർഭങ്ങളിൽ ക്രിസ്ത്യാനിറ്റി ബിഹേവ്സ് ഇൻ 2 ഡിഫറെൻറ്റ് വേസ് ആണ് നമ്മൾ ആദ്യം കാണുന്നത്. ബ്രിട്ടീഷുകാർ വരുമ്പോഴും ആദ്യം ബ്രിട്ടീഷുകാർ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ കൺവേർഷൻ. ഇൻഫാക്ട് ബ്രിട്ടീഷുകാർക്ക് ഇവിടെ മിഷണറീസ് വരണമെന്നേ ഇല്ല, കാരണം അവരുടെ ഉദ്ദേശം ട്രേഡ് ചെയ്യുക. ഭരിക്കാൻ തുടങ്ങുമ്പോഴും അവരുടെ ഉദ്ദേശം എന്താണ്, ഭരിച്ചാൽ മതി, ഇവരുടെ കൾച്ചറിൽ നമുക്ക് ഇന്റർഫിയർ ചെയ്യണ്ട. അപ്പം ഓൺ ദ കോൺട്രറി അവർ ഹിന്ദു കാസ്റ്റ് കൾച്ചറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുവാണ്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് പോയി അമ്പലങ്ങളിൽ ഡൊണേഷൻസ് കൊടുക്കുന്നുണ്ട്. തിരുപ്പതിയിൽ കൊടുത്തിട്ടുണ്ട്, മധുരയിൽ കൊടുത്തിട്ടുണ്ട്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ കൊടുത്തിട്ടുണ്ട്, കൊച്ചു കൊച്ചു അമ്പലങ്ങളിൽ. ഈ പുസ്തകം വായിച്ചിട്ടുള്ളവർ ഇപ്പോൾ എനിക്ക് ഇമെയിൽസ് അയക്കുന്നുണ്ട്. ഒരാൾ ഇന്നാളെ അയച്ചു, ഭവാനി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, ആന്ധ്രാപ്രദേശിലാണെന്ന് തോന്നുന്നു, അവിടെ ഈ പറഞ്ഞ പോലെ ഒരു ബ്രിട്ടീഷ് ഒഫീഷ്യൽ പോയി ഒരു ലോക്കൽ അമ്പലത്തിന് ഒരു ഡൊണേഷൻ കൊടുത്ത കാര്യമൊക്കെ. ഈ ഇന്ത്യൻ ദൈവങ്ങളെയൊക്കെ ആറാട്ടിന് കൊണ്ടുപോകുമ്പോൾ ബ്രിട്ടീഷ് ഇതിനൊക്കെ കണക്കുണ്ടോ കൃത്യമായിട്ട്? റെക്കോർഡ്സ് ഇത്ര രൂപ പത്മനാഭന് കൊടുത്തു. അപ്പം അത് പിന്നെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് റെക്കോർഡ്സ് ഉണ്ട്, ഇത് ഇനി വേണ്ട എന്നുള്ള രീതി വരുന്നത്. പക്ഷെ ആദ്യമൊക്കെ ദേ പാർട്ടിസിപ്പേറ്റിംഗ്. അവരെ അമ്പലങ്ങളിൽ പോയി തേങ്ങ ഉടയ്ക്കുന്നു, ദൈവങ്ങളെയൊക്കെ എസ്കോർട്ട് ചെയ്യുന്നു. പൂരി, ഒറീസയിലെ പൂരി ബ്രിട്ടീഷുകാർ കീഴടക്കുമ്പം ഗവർണർ ജനറലുടെ പ്രത്യേക ഓർഡറുണ്ട്, പൂരിയുടെ അമ്പലത്തിനെ സൂക്ഷിച്ച് ഒരു രീതിയിലും അവിടുത്തെ ആൾക്കാർക്ക് മോശമായിട്ട് തോന്നുന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ പാടില്ല. ആൻഡ് ഇതിന് ഹിന്ദുസും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അപ്പം ബ്രിട്ടീഷുകാർ ഒറീസ എടുക്കുന്ന സമയത്ത് പൂരിയിലെ ബ്രാഹ്മൺ പ്രീ സംസ്കൃതത്തിൽ ഒരു ലെറ്റർ എഴുതുന്നുണ്ട് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക്, ഗവർണർ ജനറൽ. എന്താണ് പറയുന്നത്, നിങ്ങൾ വരുന്നവരെ ഞങ്ങൾ വലിയ സങ്കടത്തിലായിരുന്നു, നിങ്ങൾ ബ്രിട്ടീഷുകാർ വന്നുകൊണ്ട് ഞങ്ങൾക്ക് ഫൈനലി പീസ് ഓഫ് മൈൻഡ് ഉണ്ട്, എന്നേക്കും പൂരി നിങ്ങളുടെ ഭരണത്തിൽ അടിയിലായിരിക്കണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസ്കൃതത്തിൽ ഹിന്ദു പ്രീസ്റ്റും അങ്ങോട്ട് എഴുതുന്നുണ്ട്. ഈ പുസ്തകത്തിൽ ഒരു പടമുണ്ട്, ഒരു ഹിന്ദു പ്രീസ്റ്റ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫ്ലാഗിനെ പൂജിച്ച് ബ്ലെസ് ചെയ്യുന്നത്. കാരണം ആ സമയത്ത് ബോത്ത് സൈഡ്സ് വർ വില്ലിംഗ് ടു എൻഗേജ് വിത്ത് ഈച്ച് അതർ. പിന്നെ പക്ഷേ ഒരു 19th സെഞ്ച്വറിയിലാകുമ്പോഴേക്കും കുറച്ചൊരു റേസിസം, ബ്രിട്ടനിലെ ചില ചേഞ്ചിങ് ട്രെൻഡ്സ് ഉണ്ട്, അവിടുത്തെ പൊളിറ്റിക്സ് കാരണം പ്രഷർ വന്ന് ഒരു റോളിംഗ് ബാക്ക് ഉണ്ട്. അപ്പോഴാണ് ഒരു റേസിസ്റ്റ് കണ്ടെംപ്റ്റ് നമ്മൾ കാണാൻ തുടങ്ങുന്നത്. അവിടെ നിന്നാണ് ഈ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ഒരു മ്യൂച്വൽ കോംപ്രമൈസ് മാറി ഒരു ഉടക്കിൻ്റെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നെത്തുന്നത്. സോ നമുക്ക് സമയം തരായി. പ്രധാനമായിട്ട് ആ പുസ്തകത്തിൻ്റെ മറ്റൊരു വിമർശനം അല്ലെങ്കിൽ ഒരു പരിമിതിയായിട്ട് പലരും ചൂണ്ടിക്കാണിച്ച 20th സെഞ്ച്വറിയിൽ വരുമ്പോൾ 20th സെഞ്ച്വറിയിലെ മേജർ ഹിന്ദു മൂവ്മെൻറ്റിനെ കുറിച്ച് സവർക്കർ ഈസ് ദർ. സവർക്കറിൻ്റെ മരണം അല്ലെങ്കിൽ 47 കൂടിയാണ് ഈ ഹിന്ദു ഐഡൻറ്റിറ്റിയെക്കുറിച്ചുള്ള മോഡേൺ ഹിന്ദു ഐഡൻറ്റിറ്റിയുടെ പുസ്തകം അവസാനിപ്പിക്കുന്നത്. സോ അതിനകത്ത് 2 കാര്യമാണ്. ഒന്ന്, സവർക്കർ ഉണ്ടാക്കിയ ഹിന്ദുനെസ് അല്ലെങ്കിൽ ഹിന്ദുത്വ, അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ പവർ വരുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ഇതിനെക്കുറിച്ച് എഴുതുന്നത്. സോ സവർക്കറിൻ്റെ കുറച്ചു കാലം കൂടി അതിൻ്റെ ഇൻഫ്ലുവൻസ് ഓഫ് ഇന്ത്യൻ പോളിറ്റിക്സ് കൂടി പറയാമായിരുന്നു എന്നുള്ളൊരു ആർഗ്യുമെൻ്റ് വരുന്നുണ്ട്. പിന്നെ ഒന്ന്, ഗാന്ധി ഹിന്ദു ഇൻറ്ററാക്ഷൻ, അതൊന്ന് പറയാമോ? ഇത് രണ്ടും എന്താണ്? അത് കണ്ടംപററി കാര്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കൊണ്ടുവരാൻ. ആദ്യം ഞാൻ ഉദ്ദേശിച്ച അവസാനത്തെ എപ്പിലോഗിനകത്ത് കണ്ടംപററി കാര്യം കൊണ്ടുവരാമെന്നാണ്. പക്ഷെ പിന്നെ വിചാരിച്ചു, ഇപ്പോഴത്തെ പൊളിറ്റിക്സ് ഒരു ചരിത്ര പുസ്തകത്തിൽ അതിനെപ്പറ്റി എഴുതിയ ആൾക്കാർ ഒന്നാമത് പറയുന്നത് നിങ്ങളുടെ ഒപ്പീനിയനാണ്,
പിന്നെ ദാറ്റ് വിൽ ഡോമിനേറ്റ് ദ ഫുൾ ഡിസ്കഷൻ അബൌട്ട് ദ ബുക്ക്. അപ്പം ബാക്കി പുസ്തകത്തിന് എല്ലാവരും ഇഗ്നോർ ചെയ്തുകൊണ്ട് ഇപ്പോഴത്തെ കാര്യത്തെ മാത്രം ഫിക്സ് ചെയ്തുകൊണ്ട് ദെൻ ദ ബുക്ക് ഹാസ് നോ പോയിന്റ്. ഞാൻ ഇത്രയും വർഷം അധ്വാനിച്ചത് Discussion ബുക്കിനെ അതിലേക്ക് ഇഗ്നോർ പോകും. ചെയ്ത് ഇപ്പോഴത്തെ പൊളിറ്റിക്സിനെ പറ്റി സംസാരിക്കാനല്ല, അതിന്റെ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങൾ ആൾക്കാർ ഫോക്കസ് എന്നുള്ള ഉദ്ദേശത്തിലാണ്. സോ ഐ സെഡ് ഓക്കെ 1947 ഇൻഡിപെൻഡൻസ്, അതാണ് ഒരു കട്ട് ഓഫ് ഡേറ്റ്. പിന്നെ ഒരു എക്സ്ക്യൂസ് എനിക്കുള്ളത്, എൻ്റെ തന്നെ ഞാൻ PhD ചെയ്യുമ്പോൾ എൻ്റെ സൂപ്പർവൈസർ വാസ് ക്രിസ്റ്റോഫ് ജാഫർലോ ഇൻ ലണ്ടൻ. He's one of the biggest authorities on modern day contemporary Hindu history and Hindutva. അദ്ദേഹത്തിൻ്റെ എത്രയോ പുസ്തകങ്ങൾ ഓൾറെഡി ഉണ്ട് ഓൺ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഹിന്ദുത്വ. അപ്പോൾ ഐ ഹാവ് നത്തിങ് ന്യൂ ആസ് സച്ച് ടു ആഡ് ദേ, കാരണം എൻ്റെ ഫോക്കസ് ഇസ് ദ ഹിസ്റ്റോറിക്കൽ പീരിയഡ്. അപ്പോൾ ചുമ്മാ വേറെ ഒരാൾ എഴുതിയത് പിന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. സോ ഐ തോട്ട് ലെറ്റ് മീ ജസ്റ്റ് എൻഡ് ഇൻ 1947. ആ ഒരു പീരീഡിൽ എൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ചിലവർ പറഞ്ഞിട്ടുണ്ട് അംബേദ്കറിനെ എന്താ ഇൻക്ലൂഡ് ചെയ്യാൻ, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഫുലേനെ എന്തിനാണ് ഇത്രയും ഫോക്കസ് ചെയ്യുന്നതെന്നൊക്കെ. പക്ഷേ ഞാനൊരു ക്രോണോളജി വെച്ചാണ് പോകുന്നത്. അപ്പോൾ അംബേദ്കർ പറയുന്ന കുറേ കാര്യങ്ങൾ അതിന് മുമ്പേ അതിൻ്റെ ഒരു ജെർമിനേഷൻ ഫുലേ കൂടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഫുലേനെ കവർ ചെയ്യുമ്പം ആ ഇമ്പൾസസ്, ആ ചില ആശയങ്ങൾ ഞാൻ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിനെ റിപ്പീറ്റ് ചെയ്ത് ഐ ഓൾറെഡി മെയ്ഡ് മൈ പോയിന്റ്. അപ്പം പിന്നെ ഒരു അംബേദ്കറിനെ കൊണ്ടുവന്ന് അതിനെ എക്സ്പാൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. അതുപോലെ തന്നെ എവറിബഡി നോസ് ദറ്റ് ഗാന്ധി വാസ് സ്ട്രോങ് ആൻഡ് വെരി കമ്മിറ്റഡ് ഹിന്ദു. അതും റിപ്പീറ്റ് ചെയ്തിട്ട് കാര്യമില്ല. സോ ഐ ഫോക്കസ്ഡ് ഓൺ അതർ ക്യാരക്ടേഴ്സ്. നമ്മൾ അധികം അങ്ങനെ ഡിസ്കസ് ചെയ്യാത്ത കുറച്ച് ക്യാരക്ടേഴ്സിനെ എടുത്തിട്ടാണ് ഞാൻ ഫോക്കസ് ചെയ്തത്, ആസ് അപ്പോസ് ടു ചൂസിങ് ക്യാരക്ടേഴ്സ് ദറ്റ് എവറിബഡി ഓൾറെഡി നോസ് അബൌട്ട്. അത്രയേ ഉള്ളൂ. ഈ ഹിന്ദു ഐഡൻറ്റിറ്റി ഈ രീതിയിൽ അവതരിപ്പിക്കുന്ന വേറെ ഏതെങ്കിലും പുസ്തകം ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ ക്രിസ്റ്റഫർ ജെഫർട്ടൊക്കെ പുതിയ ഹിന്ദു നാഷണലിസത്തെക്കുറിച്ച് ധാരാളം പഠിച്ചിട്ടുണ്ട്. അതിലൊരു ബെഞ്ച് മാർക്ക് പുസ്തകമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. സത്യമല്ലേ? അങ്ങനെ വേറെ എന്തെങ്കിലും സ്റ്റഡി ഒരുപാട് ഉള്ളത് പൊതുവെ നമ്മൾ കാണുന്ന കണ്ടംപററി ആണ്, അല്ലെങ്കിൽ ഹിന്ദുത്വയെ ഓൺലി ഹിന്ദു മുസ്ലിം ആ ഒരു പ്രിസമിൽ കൂടെ മാത്രം കാണുന്ന പുസ്തകങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞാനിത് എഴുതിയത്. കാരണം ഐ ഓൾസോ ഫെൽറ്റ് ദെയർ വാസ് എ ഗ്യാപ്പ് ഇൻ അവർ അണ്ടർസ്റ്റാൻഡിങ്. ബിക്കോസ് ഹിന്ദു മുസ്ലിം ഉള്ള ഒരു ഇതാണ്, പക്ഷേ ദ റോൾ ഓഫ് ദ ക്രിസ്ത്യൻ മിഷണറി ആൻഡ് കൊളോണിയലിസം അത് കുറച്ചുകൂടെ ആംപ്ലിഫൈ ചെയ്ത് അതിന് ആക്ച്വലി കുറെ കൂടെ ഒരു ഇൻഫ്ലുവൻസ് ഉള്ളത് ഹിസ്റ്റോറിക്കൽ റെക്കോർഡിലും എവിഡൻസിലും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഒരു ഡിറക്ഷനിലേക്ക് പോയിട്ട് ചെയ്തത്. നമ്മൾ പറയാതെ പോയത് ഈ ഫൂലെയുടെയും നാരായണ ഗുരുവിൻ്റെയും ബ്രാഹ്മണിക്കൽ ഹിന്ദുയിസത്തോടുള്ള ദെയർ അപ്രോച്ച് വാസ് ഡിഫറെൻറ്റ്. സോ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. ഫൂലെ എന്താണ് ചെയ്തത്, നാരായണ ഗുരു എന്താ ചെയ്തത്? പുസ്തകത്തിൽ കാര്യമായിട്ട് പറയുന്നുണ്ട്. സിമ്പിൾ എക്സ്പ്ലനേഷൻ എന്ന് വെച്ചാൽ, ശ്രീനാരായണ ഗുരു ഇൻ ദ ഫേമസ് ഇൻസ്റ്റൻസ് ആരോ പറഞ്ഞില്ലേ ശിവനെ എങ്ങനെ അതിങ്ങനെ സ്ഥാപിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ഈഴവരുടെ ശിവനാണ്, നിങ്ങൾ വേണേ പോയിക്കോന്നുള്ള രീതിയിൽ. പക്ഷെ ഫുലെയുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയല്ല. ഫുലേക്ക് ഒരു താല്പര്യമില്ല, അമ്പലങ്ങളും വേണ്ട, വിഗ്രഹങ്ങളും വേണ്ട, ദൈവങ്ങളും വേണ്ട. ഹീസ് കംപ്ലീറ്റ്ലി റാഡിക്കൽ. അപ്പോൾ അതാണ് ഈ ക്രിട്ടിക്സും ഉണ്ടായി വരുന്ന കാലത്ത് അതിനെ മുമ്പിലോട്ട് വെക്കുന്ന ക്രിട്ടിക്സ് ആണെങ്കിലും അവർക്കും പല വ്യത്യാസങ്ങളുണ്ട് ഇതിനകത്ത്. ഇറ്റ്സ് നോട്ട് ആസ് ഇഫ് ഓൾ ദ ഡിസെൻറ്റ് ഹാപ്പൻഡ് ഇൻ വൺ ഫോം ആൻഡ് വൺ ഷേപ്പ്. ഇപ്പോൾ ഓരോ വ്യക്തിക്കും അവരുടേതായ വേർഷൻ ഓഫ് ഡിസെൻറ്റ്, അവരുടേതായ എക്സ്പ്ലനേഷൻ, അവരുടേതായ ഒരു ലോജിക് ഉണ്ട്. അപ്പോൾ ഫുലെയുടെ വേ ഓഫ് ഡിസെൻറ്റ് ഇസ് നോട്ട് നാരായണ ഗുരുസ് വേ ഓഫ് ഡിസെൻറ്റ്. അംബേദ്കറുടെ വേ ഓഫ് ഡിസെൻറ്റ് വിൽ ബി ഈവൻ മോർ ഡിഫറെൻറ്റ്. അങ്ങനെ ഓൺ ദി അതർ സൈഡ് ദയാനന്ദ സരസ്വതി ഉണ്ട്, രാജാറാം മോഹൻ റോയ് ഉണ്ട്, രാമലിംഗ സ്വാമി എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്, തിലക്കുണ്ട്. ഇവർ സ്ലൈറ്റ്ലി ഓൺ ദ മോർ കൺസർവേറ്റീവ് സൈഡ്. പക്ഷെ അവരുടെയും റിസ്പോൺസിൽ പല പല വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഈ ഹിസ്റ്റോറിക്കൽ ക്യാരക്ടേഴ്സിനൊക്കെ നമുക്ക് ബ്രോഡ്ലി ലംപ് ചെയ്യാൻ പറ്റും. ദറ്റ് ശ്രീനാരായണ ഗുരു, മഹാത്മാ ഫൂലെ എക്സെട്ര വർ പാർട്ട് ഓഫ് വൺ ഒരു ഡിസെൻറ്റിൻ്റെ ട്രഡീഷൻ്റെ ഭാഗമായിരുന്നു. പക്ഷെ അതിനുള്ളിൽ തന്നെ യു വിൽ ഫൈൻഡ് ദറ്റ് ദ സ്റ്റൈൽസ് വർ വെരി ഡിഫറെൻറ്റ്. അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെ 20s ഇപ്പോൾ സവർക്കറിൻ്റെ പീരീഡിൽ തന്നെയാണ് ഹിന്ദു മഹാസഭയോടൊപ്പം തന്നെ RSS വരുന്നത്. RSS 25 തുടങ്ങിയിട്ടുണ്ട്. സോ ഈ 25 വരെ സമയത്ത് പ്രധാനപ്പെട്ടത്. RSS were not so mentioned in your book. Because Savarkar was mentioned and Savarkar was affiliated more to the Hindu Mahasabha. RSS ന് originally blessing കൊടുത്തതിന് പിന്നെ അവർ തമ്മിൽ ഉടക്കുവായി. He famously said, no, the RSS person എന്തായിരുന്നു, is born doing nothing, dies doing nothing. അങ്ങനെ എന്തോ ഒരു ഒക്കെ ഉണ്ട് സാവർക്കറുടെ, കളിയാക്കിക്കൊണ്ട് RSSകാരെ. സോ ഞാൻ സാവർക്കറിനെ ഒരു ക്യാരക്ടറായിട്ട് എടുത്തുകൊണ്ട് ഐ ഫോക്കസ്ഡ് മോർ ഓൺ ഹിസ് വർക്ക് വിച്ച് വാസ് മോസ്റ്റ്ലി ത്രൂ ദ ഹിന്ദു മഹാസഭ. പിന്നെ RSSന്റെ ഒക്കെ ഒരു പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഹിസ്റ്ററിയാണ് കുറെ കൂടെ ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ബിക്കോസ് ഹിന്ദു മഹാസഭ അപ്പോഴേക്കും ക്ഷയിച്ചു പോകും. RSS then becomes much stronger. പക്ഷെ അഗൈൻ ദാറ്റ് ഫോൾസ് ലാർജ്ലി ഇൻ ടു ദ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പീരിയഡ്. പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഞാൻ കവർ ചെയ്യാത്തതുകൊണ്ട് പിന്നെ അതിനെ വിട്ടു. ഓക്കെ, പോസ്റ്റ് ഇൻഡിപെൻഡൻസ് പുസ്തകം അവസാനിക്കുന്ന 2003 നമ്മുടെ പാർലമെൻറ്റിൽ ഗാന്ധിയുടെ നേരെ എതിരായിട്ട് സവർക്കറിൻ്റെ ചിത്രം വരുന്നതായിട്ടാണ്. സോ അതുണ്ടാക്കുന്ന ഒരു വലിയ ചേഞ്ച് ഉണ്ട്. പൊളിറ്റിക്കൽ പവർ ഇക്വേഷൻ ചേഞ്ച് ചെയ്യുന്നതാണ്. ഗാന്ധിയോട് ചേർന്ന് സവർക്കർ വരുന്നൊരവസ്ഥ വരികയാണ്. സവർക്കർ ഒരു പല രീതിയിൽ ഗാന്ധി വധത്തിൽ പോലും അക്യൂസ്ഡ് ആയ ഒരാളാണ്. സോ അങ്ങനെ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിലാണ് നമ്മൾ ഇരിക്കുന്നത്, നമ്മൾ ജീവിക്കുന്നത്. രണ്ട് തരം ഹിന്ദുത്വത്തിൻ്റെ ഫേസ് പാർലമെൻറ്റിൽ നേർക്കുനേർ നിൽക്കുകയാണ്. ഒന്ന് സവർക്കറിൻ്റെ ഹിന്ദുത്വം, പിന്നെ ഒന്ന് ഗാന്ധിയുടെ ഹിന്ദുത്വം. ഏത് ഹിന്ദുത്വമായിരിക്കും ഇന്ത്യയെ മുന്നോട്ട് നയിക്കുക എന്നുള്ളൊരു ചോദ്യമാണ്
അതിന് എനിക്ക് ഉത്തരം തരാൻ പറ്റില്ല. ഈ മുറിയിലുള്ളവർ വേണം ഇൻ ദ ലോങ് ടേം ഉത്തരം കൊടുക്കാൻ. യങ്സ്റ്റേഴ്സ് വേണം ഉത്തരം തരാമെന്നാണ് മനു പറയുന്നത്. ഒരു ഒരു ഞാൻ വീണ്ടും യുവചരിത്രകാരൻ തന്നെ ഉപയോഗിക്കുകയാണ്. നേരത്തെ പറഞ്ഞത് ഞാൻ എപ്പോഴും തിരുത്തുന്നു. പറഞ്ഞ പോലെ എൻ്റെ അപ്പോ- താടിയൊക്കെ നരിച്ചു. ഇപ്പൊ യുവൊന്നും അല്ല. സാരമില്ല, ഞാൻ അതിനനുസരിച്ച് കൂടുതൽ നരച്ചു. അപ്പോൾ അങ്ങനെ ഒരു യുവചരിത്രകാരന് ഈ ഒരു സാഹചര്യത്തിൽ അംബേദ്കറും സവർക്കറും ഒരുമിച്ച് നിൽക്കുന്ന പാർലമെന്റിന്റെ കാലത്ത് ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടാവുന്ന മനസ്സിലെ ആകുലതകൾ എന്താണ് നിങ്ങളുടെ, ഐ മീൻ വാട്ട് വറീസ് യു ഹാവ് എന്ന് പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഇത് അവസാനിപ്പിക്കാൻ ഞാൻ കരുതാം. വാട്ട് വറീസ് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞതിൽ സന്തോഷം. കാരണം ആദ്യം പറഞ്ഞ വാക്ക് എനിക്ക് മനസ്സിലായി. ആകുലത പിടികിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. സി വാട്ട് വറീസ് മീ ഇസ് ദാറ്റ് നമ്മളിപ്പം ഈ പുസ്തകം എഴുതിയപ്പം തന്നെ അറ്റ് ദ ബാക്ക് ഓഫ് മൈ മൈൻഡ് എനിക്കൊരു ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. വിച്ച് ഇസ് ദാറ്റ് ഇതിനകത്ത് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളും കാണും, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളും കാണും. ചില കാര്യങ്ങൾ സേ ഒരു ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജിക്കൽ ഗ്രൂപ്പിന് ഇഷ്ടപ്പെടുന്നതാണ്, മറ്റേത് ചിലപ്പോൾ റൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ചില സപ്പോർട്ടല്ല അവർക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ചില കാര്യങ്ങളും കാണും. പക്ഷേ അറ്റ് ദ സെയിം ടൈം പിന്നെ ഞാൻ വിചാരിച്ചു മൈ ജോബ് ഇസ് ടു സ്ട്രേറ്റ് ട്രൂത്ത് ടു ദ സബ്ജക്ട്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഐഡിയോളജി വെച്ചുകൊണ്ട് ഇന്ന ആൾക്ക് എന്ത് തോന്നുന്നു അന്ന ആൾക്ക് എന്ത് തോന്നുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് എഴുതാൻ പറ്റത്തില്ല. ഐ ഹാവ് ടു സ്റ്റിക്ക് ടു ദ സബ്ജക്ട്. അറ്റ് ദ സെയിം ടൈം അൾട്ടിമേറ്റ്ലി നമ്മളിതൊക്കെ ഇൻ്റലക്ച്വലി ഇങ്ങനെ ഡിസ്കസ് ചെയ്യുവാണെങ്കിലും ദർ ഇസ് എ റിയൽ ടൈം കോൺസിക്വൻസ് ടു എ ലോട്ട് ഓഫ് ദീസ് തിങ്സ്. അതിപ്പോഴും നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. ആൻഡ് ദാറ്റ് ഡെഫിനറ്റ്ലി മേക്സ് മീ വെരി അൺകംഫർട്ടബിൾ. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ് വാട്ട് എവർ ഹിസ്റ്ററി ഈസ് അൾട്ടിമേറ്റ്ലി ഇന്നത്തെ പ്രസന്റ് ജനറേഷൻ വി മേക്ക് അവർ ഓൺ ചോയ്സസ്. വി ആർ നോട്ട് മിയർലി ഇൻസ്ട്രുമെന്റ്സ് ഓഫ് ഹിസ്റ്ററി. പണ്ട് കുറേ കാര്യങ്ങൾ നടന്നു, അതുകൊണ്ട് ഇന്നും അതിൻ്റെ പേരിൽ മുമ്പിലോട്ട് പോകേണ്ടിയ ആണോ അതോ ഷുഡ് ബി കാവ് അവർ ഓൺ പാത്ത് എന്നുള്ളൊരു ചോയ്സ് നമുക്ക് എടുക്കാവുന്നതാണ്. ഈച്ച് ജനറേഷൻ ഗെറ്റ്സ് ടു ഡിസൈഡ് ഹൗ മച്ച് ദേ ഗോയിങ് ടു ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹിസ്റ്ററി ആൻഡ് ഹൗ മച്ച് ദേ ഗോയിങ് ടു പേവ് ദെയർ ഓൺ വേ. അവിടെയാണ്, ആ ജംഗ്ഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. To some degree it feels like we are going more and more towards history ഇതൊക്കെ നടന്നു, അതുകൊണ്ട് we have to somehow we have to take revenge on these things that took place in the past. പക്ഷേ എനിക്ക് എന്നാലും ഒരു സെൻസ് ഓഫ് ഓപ്റ്റിമിസം തന്നെയാണ്. കാരണം ഇപ്പം താങ്കൾ തന്നെ പറഞ്ഞു അയോധ്യയില് പൂർണ്ണ ആവാഞ്ഞ അമ്പലത്തിൽ പോയി വിഗ്രഹം സ്ഥാപിച്ച കാര്യവും പ്രതിഷ്ഠിപ്പിച്ച കാര്യമൊക്കെ അതിൽ തന്നെ ദേഴ്സ് എ പാരനോയ. ഒരു സൈഡിൽ നിന്ന് യു കെൻ ഇന്റർപ്രറ്റ് ദാറ്റ് ആസ് അയോധ്യയിലെ ശ്രീരാമനെ ആ പുതിയ അമ്പലത്തിൽ വെക്കുമ്പോൾ ഇറ്റ് ഇസ് ഒരു സ്റ്റാമ്പ് ദാറ്റ് ഹിന്ദുത്വ ഇസ് ഹിയർ ഫോർ എവർ, അല്ലെങ്കിൽ ഹിന്ദുത്വ ഇസ് ഹിയർ ഫോർ ഗുഡ് എന്നുള്ള ഒരു സ്റ്റാമ്പാണ്. പക്ഷേ അതിനെ ആ ഒരു ധൃതിയിൽ പൂർത്തിയാവാത്ത ഒരു അമ്പലത്തിൽ വെക്കുന്നതിനകത്ത് ഒരു ഫ്രെജിലിറ്റി ഉണ്ട്, എന്തോ ഒരു ലാക്ക് ഓഫ് കോൺഫിഡൻസ്, എന്തോ ഒരു ഇൻസെക്യൂരിറ്റിയും കൂടെ ഉണ്ട്. അത് മിക്കവാറും ആ ഇലക്ഷൻ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടു, ആ സ്ഥലമൊക്കെ ആ അമ്പലം ഇരിക്കുന്ന സീറ്റ് കിട്ടിയില്ല. So അതിനർത്ഥം there's an insecurity also. So I don't think the battle has been won or lost, and that is why everybody in this room has to fight these battles in the present. നമ്മൾ ഹിസ്റ്റോറിയൻസ് ഉള്ള പൊസിഷനിൽ we try and illuminate the past, പക്ഷേ what we do in the present is entirely up to us. ഓക്കെ, വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയ നോട്ടിൽ പുതിയ ഇന്ത്യയിലേക്ക് പുതിയ യുവജനങ്ങളോട് മനു സംസാരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് കിട്ടാത്ത ഭാഗ്യമാണ് നിങ്ങൾക്ക് കിട്ടില്ല. മനുവിനെ പോലെ ചരിത്രം വായിക്കാൻ കൊള്ളാവുന്ന ഒന്നാക്കി മാറ്റിയിരുന്നത്. ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഈ കഥകളൊക്കെ, ആ കഥകളുടെ ഉള്ളിൽ ചരിത്രവും ഉണ്ട്, അത് വായനയ്ക്ക് നമ്മളെ വായിക്കാൻ അനുവദിക്കുന്ന ജനപ്രിയമാവുന്ന ഒരു സത്യമുണ്ട്. അപ്പോൾ മനു ധാരാളം എഴുതട്ടെ. ഞാനും മനുവും ധാരാളം ഇതുപോലത്തെ സംഭാഷണങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇനിയും ഇത്തരം വേദികളിൽ വീണ്ടും സംസാരിക്കാൻ പുതിയ പുസ്തകമായി മനു വീണ്ടും വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ സായാഹ്നത്തിലെ ഈ സംഭാഷണം അവസാനിപ്പിക്കുകയാണ്. നന്ദി. താങ്ക് യു. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ 7 ആഴ്ചയായിട്ട് യാത്രയിലാണ് ഈ പുസ്തകത്തിൻ്റെ പല ഇവൻറ്റ്സ് ആയിട്ട്. ഇന്ന് ചെറിയൊരു പനിയായിട്ടാണ് ഇവിടെ വന്നത്. സോ ഇഫ് ഐ വാസൻ കംപ്ലീറ്റ്ലി അപ് ടു ദ മാർക്ക് ഇറ്റ്സ് ബിക്കോസ് മരുന്നും കഴിച്ച് ഇവിടെ ഇരിക്കുന്ന ഒരു ഗതി ആയതുകൊണ്ട്. പക്ഷേ ഐ ഹോപ്പ് യു എൻജോയ്ഡ് ദ സെഷൻ. താങ്ക് യു ഫോർ കമ്മിങ്.